ഹലോ നമ്മളിങ്ങനെ വിളിക്കും. ഇപ്പൊ ഞാൻ അത്രയും ദൂരം നിൽക്കുകയാണ്. ഷമ്മി ചേട്ടാ എന്നൊന്ന് വിളിച്ചേ, ഒന്ന് ഉറക്കൊന്ന് വിളിച്ചേ. ഷമ്മി ചേട്ടാ, ഇത് ഇപ്പൊ ഇത്ര അടുത്തിരിക്കുന്നത് എന്നോടാ പറയുന്നത്. അതെ. ഞാൻ ദാ അവിടെ ഒരു 100 മീറ്റർ അപ്പുറത്തായിരിക്കുന്നത്. അവിടെ നിന്ന് വിളിച്ചേ. കുറെ കൂടി ഉറക്കെ വിളിക്കും അല്ലേ? എങ്ങനെ വിളിക്കണം? ഞാൻ അവിടെ കേൾക്കണം എനിക്ക്. ഷമ്മി ചേട്ടാ, ഇപ്പൊ ഈ വിളിക്കുന്ന പോലെ എനിക്ക് തോന്നിയുള്ളൂ. അതിലും ഉറക്കെ വിളിക്കണമല്ലോ. ഷമ്മി ചേട്ടാ, അതല്ലേ കറക്റ്റ്. ഒരു അക്കരെ, നമ്മളൊരു അക്കരെയുള്ള ഒരാൾ വിളിക്കണം. ആ ഒരു ത്രോ വരണം. കാവിലമ്മയാണ് എന്റെ ശബ്ദമല്ലേ ഇപ്പൊ കേൾക്കുമ്പോ. അപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് വന്നു ചേട്ടന്റെ ക്യാരക്ടറിന്റെ പേര് ഊക്കൻ ടിൻഡു എന്നാണ്. നമ്മള് തോന്നുന്നു അതുവരെ ഇരുന്ന് ഞാൻ ഒരു പുച്ഛത്തോടു കൂടി ഞാനപ്പോ വിചാരിച്ച ഒരു ചളം സിനിമയാണെന്നുള്ള രീതിയിലാണ് ഞാൻ ഉൾക്കൊള്ളുന്നത്. ഷമ്മി തിലകനെ മലയാള സിനിമ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് എല്ലാ കാലത്തും ചോദ്യമാണ്. മമ്മൂക്ക വെച്ചിട്ട് പുള്ളി വേറൊരു പടവും അത് മമ്മൂക്ക എടുത്തും പറഞ്ഞാണ്. അച്ഛൻ തന്നെ ഡയറക്റ്റ് ചെയ്ത നമ്മുടെ കന്യകരുത്തങ്കര എന്ന ആക്ടറില്ലേ, അദ്ദേഹം മെയിനായിട്ട് അഭിനയിച്ച പടത്തിന്റെ നാടകത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി. ആ നാടകത്തില് ഈ ഒരു പുലയൻ തമ്പുരാനാകുന്ന ഒരു കഥയാണത്. ഞാനൊരു ഭയങ്കര അന്തർമുഖനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. നരസിംഹത്തിലെ മോഹൻലാൽ തിലകൻ ചേട്ടൻ സീക്വൻസിനോടൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഇപ്പോൾ ഒരു അതിൻ്റെ ഒരു സാമ്യത എന്നുള്ളതല്ല, ഒരു അഭിനയത്തിൽ ഒരു തിലകൻ ചേട്ടൻ്റെ പ്രസൻസ് തോന്നുന്ന തരത്തിൽ വളരെയധികം ഓദർ സപ്പോർട്ടുള്ള ഒരു കഥാപാത്രമാണ് ഈ തൂവെള്ള ഭാസ്കരൻ. ലാലേട്ടൻ കണ്ട പറഞ്ഞു, മോനെ എനിക്ക് നമ്മുടെ ഒരു പടം വരുന്നുണ്ട്, ഗുഡ് ബാഡ് അഗ്ലി ഇല്ലേ, കണ്ടിട്ടില്ലേ? ഉണ്ട്. അതില് ഗുഡ് ബാഡും മാത്രമുള്ള ഒരു സിനിമയാണെന്നൊക്കെ പറഞ്ഞ് അതൊന്ന് ചെയ്യാവോ എന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ അവിടെ സ്ക്രിപ്റ്റ് എന്തോ നോക്കിക്കൊണ്ട് എന്തോ ഇരിക്കുകയാണ്. ഇതാര് വരച്ചതാ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ അച്ഛൻ ഇങ്ങനെ ബാക്കിലേക്ക് നമ്മുടെ മോൻ ഷമ്മി കൊള്ളാം. ഷമ്മി തിലകനാണ് ക്യൂ സ്റ്റുഡിയോ അഭിമുഖത്തിൽ. ഷമ്മി ചേട്ടാ, സ്വാഗതം, അഭിനന്ദനങ്ങൾ. താങ്ക് യു. തൂവെള്ള ഭാസ്കരൻ എന്ന് പറയുന്നത് സിനിമ ഇറങ്ങുന്നത് വരെ ഇന്ദുഗോപൻ്റെ രചനയിൽ നിന്ന് വായനക്കാർ ചിന്തിച്ചും അവരുടെ ഭാവനയിൽ കണ്ടെടുത്തൊരു കഥാപാത്രമായിരുന്നു. അതിന് ജീവൻ പകർന്നു എന്നുള്ളത് മാത്രമല്ല, അതിനെ ജീവസുറ്റതാക്കി. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ തുടക്കത്തിൽ ഈ ഒരു പ്രസംഗത്തിൻ്റെയൊക്കെ തുടർച്ചയിൽ തൂവെള്ള ഭാസ്കരൻ എന്ന് പറയുന്ന ഭാസ്കരൻ മാസ്റ്റർ ഈ ഒരു ലോറിക്ക് മുന്നിൽ വിരിഞ്ഞു നിൽക്കുന്നൊരു സീനുണ്ട്. അവിടെ മുതൽ അങ്ങോട്ട് ആ ക്യാരക്ടറിൻ്റെ ഒരു ആർക്ക്, ഒരു ഭയങ്കര ഗാംഭീര്യം വരുന്നൊരു സംഗതിയായിരുന്നു. 3 വർഷത്തിൽ കൂടുതൽ നീണ്ടൊരു യാത്രയായിരുന്നു ഈ സിനിമയ്ക്കൊപ്പം ഉള്ളത്. അതിൽ തന്നെ പല റേഞ്ചിൽ ഇമോഷൻസ് വേരിയേഷൻസിലൂടെ അതിന് കഥാപാത്രത്തിൻ്റെ ഒരു പ്രായവ്യത്യാസം എന്നല്ല, പക്ഷേ അയാളെ പലതരത്തിൽ അഫക്റ്റ് ചെയ്ത കാര്യത്തിൽ ഒരു മേക്ക് ഓവർ പോലെയൊക്കെ പോകുന്നൊരു സംഗതിയായിരുന്നു. പേഴ്സണലി എങ്ങനെയായിരുന്നു ഈ ഒരു ക്യാരക്ടറിനെ കണ്ടിട്ടുള്ളത്? ഒരു നടൻ എന്ന നിലയ്ക്ക് ഒരു കഥാപാത്രത്തെ സമീപിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ സാധാരണ അതിനൊരു ഒരു സ്റ്റൈല് ഫിക്സ് ചെയ്യാനായിട്ട് സാധാരണ മറ്റു കഥാപാത്രങ്ങളൊക്കെ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ശ്രമകരമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ ഇതിനകത്ത് അങ്ങനെ വേണ്ടി വരും. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, വളരെയധികം ഓദർ സപ്പോർട്ടുള്ള ഒരു കഥാപാത്രമാണ് ഈ തൂവെള്ള ഭാസ്കരൻ. ഇന്ദുഗോപൻ വളരെ മനോഹരമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു കഥാപാത്രമാണെന്ന് ഞാൻ പറയുള്ളൂ. കാര്യം ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഇതിനകത്ത് ഉണ്ടെങ്കിൽ കൂടിയും അത് ഇച്ചിരി ടഫാണ്, ശരിയാണ്. എങ്കിൽ കൂടിയും അതിന് വിവിധ തലങ്ങളിൽ, അതായത് എനിക്ക് തോന്നുന്നത് ഒരു കഥാപാത്രത്തിൻ്റെ എല്ലാ വശങ്ങളും ഒരു കഥാപാത്രമല്ല, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ, അതായത് സന്തോഷമായിക്കോട്ടെ, ദുഃഖമായിക്കോട്ടെ, ദേഷ്യമായിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ രസങ്ങളും, നമ്മൾ നവരസങ്ങളിൽ പെടുന്ന ഒരുമാതിരി എല്ലാ ഭാവങ്ങളും പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹം സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. അത് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിനെ സമീപിക്കാവുന്ന ഒരു കാര്യമായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ക്രെഡിറ്റ് ശരിക്ക് ഇതിൻ്റെ ഇന്ദുഗോപനും ഡയറക്ടർക്കും തന്നെയാണ്. അവരാണ് അതിനെ എന്നെ കൊണ്ട് ചെയ്യിച്ചു എന്നുള്ള രീതിയിൽ എനിക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നോവൽ വായിക്കുമ്പോഴും അല്ലെങ്കിൽ സിനിമയിലേക്കുള്ളൊരു വായനയിലും നായകനും പ്രതിനായകനും കൂടിയാണ് ഭാസ്കരൻ. ഇപ്പുറത്ത് ഡബിൾ മോഹൻ ഉണ്ട്, അവിടെ ഒരു ഗുരുശിഷ്യ ബന്ധമുണ്ട്. എന്നാൽ പോലും അത് മാറിയൊരു ഈഗോയുടെയും പ്രതികാരത്തിൻ്റെയും അല്ലെങ്കിൽ ഗതികേടിൻ്റെയും നിസ്സഹായതയുടെ ഒക്കെ ഇതിൽ പോകുന്നുണ്ട്. ഈ പറഞ്ഞ ഇപ്പം പറയില്ല, ഒരു ലീഡ് ആക്ടർ, പൃഥ്വിയെ പോലത്തെ ഒരു ലീഡ് ആക്ടർ വരുന്നു, ഇപ്പുറത്ത് ഇത്രയും ഗ്രാവിറ്റിയുള്ള കഥാപാത്രം വരുന്നു. അതിലിപ്പം നമ്മളിപ്പം അയ്യപ്പനും കോശിയിലാണ് നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളത്. ഒരേ ഗ്രാവിറ്റിയിൽ കഥാപാത്രം പോകുന്നു. നമുക്ക് നായകനാണോ പ്രതിനായകനാണോ എന്ന് പിടികിട്ടാത്ത വിധത്തിൽ അങ്ങനെ വഴുതി പോകുന്നൊരു ക്യാരക്ടർ. അത് ഭയങ്കര അപൂർവത കൂടിയല്ലേ അങ്ങനെ വരുന്നത്? ഒരു ലീഡ് ആക്ടർ വരുന്നു, ഇപ്പുറത്ത് വരുന്നൊരു ക്യാരക്ടർ റോളിലൊക്കെ
പ്ലേസ് ചെയ്യപ്പെടുന്ന ഒരു ക്യാരക്ടർ എന്നുള്ളതിനപ്പുറത്ത് അതിൻ്റെ ഒരു വളർച്ചയിൽ അതിൻ്റെ ഒരു തുല്യതയിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ കിടപിടിച്ച് നിൽക്കുന്നു എന്ന് പറയുന്ന സ്വഭാവം വരുന്നത്? ആ, അതിന് ശരിക്ക് അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്നെയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അത് പൃഥ്വിരാജിനെയാണ് അതിന് അതിൻ്റെ ക്രെഡിറ്റ് ആ രീതിയിൽ നോക്കുമ്പോൾ. കാര്യം നമ്മൾ ഇപ്പം അങ്ങ് പറഞ്ഞ ഒരു സംഭവമുണ്ട്, നമ്മുടെ അയ്യപ്പനും കോശിയും സിനിമ. ആക്ച്വലി അയ്യപ്പനും കോശിയിലും ആരാണ് നായകൻ അല്ലെങ്കിൽ പ്രതിനായകൻ? രാജുവിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബിജു ചെയ്തിരിക്കുന്ന വേഷത്തിനെ പല സമയത്തും നമ്മൾ വളരെ ഇതായിട്ട് തോന്നുന്ന ക്യാരക്ടറാണ്. അത് ചെയ്യാനായിട്ട് തയ്യാറാകുന്ന ഒരു മനസ്സുണ്ടല്ലോ, അതിനെയാണ് ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത്. അത് ആ ഒരു തലത്തിൽ ചിന്തിക്കാനായിട്ട് തയ്യാറാകുന്ന, അല്ലെങ്കിൽ അതിന് സമ്മതം മൂളുന്ന ഒരാളും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് തയ്യാറായ പൃഥ്വിരാജിന്റെ മനസ്സിനെയാണ് ഞാൻ നമിക്കുന്നത്. അത് വേറെ ഒരാളാണെങ്കിൽ എനിക്കിങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ക്യാരക്ടറിന്റെ ജേണി നോക്കിക്കഴിഞ്ഞാൽ ഭാസ്കരന്റെ ജീവിതം ഇതൊരു ഭാസ്കരന്റെ ജീവചരിത്രം പോലെ കൂടിയാണ് നമ്മൾ കാണുന്നത്. മോഹന്റെ ജീവിതത്തിലെ ഒരു ഏടായിട്ടാണെങ്കിൽ ഭാസ്കരൻ മാസ്റ്ററുടെ ഒരു ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം അത്ര തന്നെയുണ്ട്. അതിൽ എനിക്കൊന്ന് ഈ മറ്റേ ഋതുക്കളും കാലങ്ങളൊക്കെ മാറുന്ന പോലെ ആ പ്രായാധിക്യത്തിലേക്ക്, അതായത് നമ്മൾ നേരത്തെ കണ്ട വിരിഞ്ഞു നിൽക്കുന്ന അല്ലെ ആ നാടിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ പ്രാപ്തിയുള്ള ഒരാളിൽ നിന്ന് വേച്ചു പോകുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന ശിഷ്യന്റെ കാൽക്കലേക്ക് വീഴുന്ന പോലത്തെ ഒരു ഇമോഷണൽ സീക്വൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് പേഴ്സണലി ഈ നരസിംഹത്തിലെ മോഹൻലാൽ തിലകൻ ചേട്ടൻ സീക്വൻസിനോടൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഇപ്പോൾ ഒരു അതിൻ്റെ ഒരു സാമ്യത എന്നുള്ളതല്ല, ഒരു അഭിനയത്തിൽ ഒരു തിലകൻ ചേട്ടൻ്റെ പ്രസൻസ് തോന്നുന്ന തരത്തിൽ ഇപ്പോൾ ഇന്ത്യൻ ഗ്രൂപ്പിലെ പല സിനിമയിൽ തിലകൻ ചേട്ടൻ്റെ കഥാപാത്രത്തിൻ്റെയൊക്കെ ഒരു പെർഫോമൻസ്, അത് ഏതെങ്കിലും തരത്തിലൊരു അനുകരണ സ്വഭാവം എന്നുള്ളതല്ല, അതിനപ്പുറത്ത് നമുക്ക് തിലകൻ ചേട്ടൻ്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്നൊരു സംഗതി ഉണ്ടായിരുന്നു. അത് നമ്മളൊരു ഒട്ടും അതിശോക്തി അല്ലാതെ ചിലപ്പോൾ ഞാനൊരു രൂപത്തിലുള്ളൊരു സാമ്യത എന്നുള്ളതിനപ്പുറത്ത് ആ കഥാപാത്രത്തിന്റെ പെർഫോമൻസിന്റെ വേലിയേറ്റങ്ങൾ അങ്ങനെ തോന്നുന്നു എന്നുള്ളത്, അത് അങ്ങനെ ഒരു അപ്രീസിയേഷൻ എനിക്ക് തോന്നുന്നത് തിയേറ്ററിന്റെ ഒരു ഫീഡ്ബാക്ക് ആയിട്ട് കൂടി വന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. കാര്യം അവിടെ ഞാൻ അതിനെ കാണുന്നതെന്ന് പറയുന്നത്, അത് എന്താണ്, എന്നെ ഈ കഥാപാത്രം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജയൻ വന്ന് എന്നെ വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഈ ക്യാരക്ടറൊക്കെ നറേറ്റ് ചെയ്ത് തന്നതിന് ശേഷം അതിൻ്റെ ഒരു അവസാന ഭാഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു ഡയലോഗ് തന്നെയാണ് എനിക്ക് പ്രചോദനമായതെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം എന്ന് പറയുന്നത്, ഈ എൻ്റെ ഒരു കഥാപാത്രം ഞാൻ സ്ക്രിപ്റ്റ് വായിക്കുന്നതിന് മുമ്പാണ് അദ്ദേഹം ഞാനത് ഡിമാൻഡ് ചെയ്യാറുണ്ട്, ഡയറക്ടറുടെ അടുത്ത് പറയാറുണ്ട്, എനിക്കത് ഞാൻ ചെയ്യുന്ന കഥാപാത്രം സ്ക്രിപ്റ്റ് വായിക്കാം, അതവിടെ നിൽക്കട്ടെ, നിങ്ങൾ ആ കഥാപാത്രം എങ്ങനെയാണ് നിങ്ങൾ കൺസീവ് ചെയ്തിരിക്കുന്നതെന്ന് അറിഞ്ഞിട്ടല്ലേ എനിക്കത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഞാനത് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ തോന്നിവാസം ചെയ്യാനായിട്ടല്ലല്ലോ നിങ്ങൾ എന്നെ വിളിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള ഭാസ്കരൻ മാസ്റ്റർ എന്ന് പറയൂ. അതിൽ നിന്നാണ് ഞാൻ അതിനെ, പിന്നെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ എനിക്ക് ആ രീതിയിൽ ഞാൻ അതിനെ കണ്ടിട്ട് എനിക്ക് വായിക്കാനായിട്ട് സാധിക്കുകയും അതിനെ എൻ്റെ രീതിയിലേക്ക് ഞാനതിനെ ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെയാണ് ഞാൻ സാധാരണ എല്ലാ ക്യാരക്ടറും അങ്ങനെയാണ് ചെയ്യുന്നത്. അത് കഴിയുന്നത് ഞാൻ ഫോണിൽ കൂടെ കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, നേരിട്ട് പറയുന്നതിനേക്കാളും. കഥാപാത്രം എനിക്കത് നറേറ്റ് ചെയ്ത് തരുമ്പോഴത്തേക്ക് അവർ പറയും ഞങ്ങൾ നേരിട്ട് വന്ന് പറയാം. ഞാൻ പറയും എന്തിന്, ഞാൻ കൊല്ലത്താണ് താമസിക്കുന്നത്, നിങ്ങൾ അവിടെ എറണാകുളത്ത് നിന്ന് ഒരു 3-4 മണി, ഇപ്പോഴാണെങ്കിൽ പറയാൻ വേണ്ട, അവിടുന്ന് അവരെ വണ്ടി ഓടിച്ച് അവിടെ എത്തുക എന്ന് പറയുന്നത് ഒത്തിരി സമയം എടുക്കും. അപ്പോൾ അത്രയും മണിക്കൂറുകൾ നമ്മൾ എന്തിനാ സമയം കളയണേ, നിങ്ങൾ ഫോണിൽ കൂടെ പറ, അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിങ്ങിൽ വാ. അതും വീഡിയോ കോൺഫറൻസിങ് എനിക്ക് താല്പര്യമില്ല, ബെസ്റ്റ് ഫോണാണ്. നിങ്ങൾ ആ ഫോൺ എടുത്ത് സ്ക്രിപ്റ്റ് അവിടെ അങ്ങോട്ട് മാറ്റി വെക്കുക, ഫോണിൽ കൂടി ഇങ്ങനെ നമ്മൾ തമ്മിൽ ഇങ്ങനെ, ഞാൻ കണ്ണടച്ചിരുന്ന് കേൾക്കും, നിങ്ങൾ ഇങ്ങനെ പറയുക. അപ്പം ഞാൻ അവിടെ ഒരു സിനിമ കാണും, ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക്. അല്ല, ഞാനൊരു ആക്ടർ എന്ന നിലയ്ക്കല്ല ആ കോള് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്, ഒരു പ്രേക്ഷകനായിട്ട് ആ കഥ ഇങ്ങനെ അയാളുടെ ഉള്ളിലുള്ള സിനിമ ഇങ്ങനെ കേൾക്കും. അപ്പോൾ അതിനകത്ത് അയാൾ ചിലപ്പോൾ ആ സമയത്ത് അതിങ്ങനെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു ആൾ കേൾക്കാൻ തയ്യാറാകുമ്പോൾ പറയുന്ന ആൾക്ക് കൂടുതൽ ഇതുണ്ടാവും. എന്താണ്, അയാൾ ഇങ്ങനെ പറയാനായിട്ടൊരു ഇങ്ങനെ കൂടി വീട്ടിൽ ഒരു മൂളലിന് പോലും അതെ. അപ്പൊ ഞാനിങ്ങനെ മൂളി ഇരിക്കത്തേ ഉള്ളൂ, ഒന്നും ഞാൻ പറയത്തില്ല. അവർ പറയുന്ന നമ്മൾ കേൾക്കുക എന്നുള്ളതാണ്, അവന് പറയാനുള്ളത് നമ്മൾ കേൾക്കുക, എന്നാലല്ലേ നമുക്ക്. അല്ലാതെ അവിടെ കയറി ഇടയ്ക്ക് ഇന്റർഫിയർ ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ ആ ഫ്ലോ പോകും. അത് ഫ്ലോ പോകാതെ ഇങ്ങനെ കേട്ട് ഞാനിങ്ങനെ ആ സിനിമ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ കണ്ണടച്ചിരിക്കുകയുള്ളൂ, ഒന്നും വേണ്ട. അവസാനമേ ഞാനിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും, എനിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ഇന്നതാണെന്ന് ചോദിക്കും.
അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച വഴിക്ക് എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ആ ഒരു ക്യാരക്ടറിൻ്റെ അപ്പിയറൻസ്, അതിൻ്റെ ഒരു ശൈലി, അതെങ്ങനെയാണ് ഈ ഭാസ്കരൻ മാസ്റ്റർ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അതെങ്ങനെ പോർട്രേ ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കഥാപാത്രത്തിന് ഒരു തിലകൻ ചേട്ടൻ്റെ ഒരു 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 ശൈലിയിലാണ് ഈ ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് തന്നെയാണ് രാജു അന്ന് പറയുകയും ചെയ്തു. 25 വർഷം മുമ്പായിരുന്നെങ്കിൽ ഈ വേഷം ചെയ്യുന്നത് തിലകൻ അങ്കിളായിരിക്കുമെന്ന് രാജു പറഞ്ഞത്. ഞാനിത് അതിന് മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ഉദ്ദേശം ഇത് നേരത്തെ ആയിരുന്നെങ്കിൽ, അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് അച്ഛനായിരിക്കും ഈ വേഷം ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അവരുടെ ആഗ്രഹം അതാണ്. എനിക്ക് അത് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും എൻ്റെ രീതിയിൽ ഞാൻ അതിനെ അച്ഛൻ്റെ ആ ഒരു ഇതിലേക്ക് വരാതെ, കാര്യം മിമിക്രി ആയി പോകാൻ പാടില്ല, അത് വലിയ പ്രശ്നമാണ്. അപ്പൊ അതിനെ എങ്ങനെ ചെയ്യും? അപ്പൊ അതിന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, അങ്ങനെ ഞാനൊരു ഒരു കാര്യം, ഞാൻ ഒരു വേറൊരു സിനിമ എൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്, പ്രേം നസീറിന്. അതെ, അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നിങ്ങൾ കണ്ണടച്ചിരുന്ന ആ ക്യാരക്ടർ ഒന്ന് കണ്ടു നോക്കുക. അത് ഒരിക്കലും പ്രേം നസീറിന്റെ ശബ്ദമായിട്ട് നിങ്ങൾക്ക് തോന്നില്ല, ഷമ്മി തിലകന്റെ ശബ്ദമായിട്ടാണ് തോന്നുന്നത്. കാര്യം അതിനകത്ത് ഷമ്മി തിലകന്റെ ശബ്ദത്തില് നസീറിന്റെ ശൈലി ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇപ്പോ കാവിലമ്മയാണ് എന്റെ ശബ്ദമല്ലേ ഇപ്പൊ കേൾക്കുമ്പോ, അതേസമയം നസീറിന്റെ പിക്ചറിൽ ആ ശബ്ദം വരുമ്പോ അത് നസീറായിട്ട് കഥാപാത്രത്തിന്റെ ശരീരത്തിലേക്ക് നമ്മൾ അത് വരുമ്പോ അത് കറക്റ്റ് ആയിരിക്കും. ആ ഒരു സൈക്കോളജി തന്നെയാണ് ഇതിനകത്ത് ഞാൻ ചെയ്തിരിക്കുന്നത്. അച്ഛന്റെ ശൈലി ഞാൻ ചെയ്തില്ല. പിന്നെ അവരുടെ അപ്പിയറൻസും കാര്യങ്ങളും അത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് എന്ന് തമാശയായിട്ട് എനിക്ക് പറ്റുള്ളൂ. അത് അങ്ങനെ ആയിപ്പോയപ്പോ ഞാൻ കുറ്റക്കാരനല്ല. അപ്പൊ അത് വന്നത് കൊണ്ടായിരിക്കും ഒരു പക്ഷെ തിലകന്റെ മകൻ, പോരാത്തിന് ഷമ്മി തിലകൻ കൂടിയാണ്. അപ്പൊ ആ ഡയറക്ടർക്ക് അവർക്ക് തോന്നിയ എന്റെ കയ്യിൽ അത് ആ രീതിയിൽ അത് ഭദ്രമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്ന്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആ വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിച്ചു എന്ന് എനിക്ക് അതിനകത്ത് തോന്നുന്നു. പിന്നെ അതിനകത്ത് പ്രധാന ഘടകം ഡബിങ് തന്നെയാണ്. കാര്യം ഞാൻ അഭിനയം എന്ന് പറയുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ സീൻ എന്ന് പറയുന്നത് നമ്മൾ അവര് വിഷ്വലി അതൊരു ഒരു 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 മിനിമം ഒരു 10 ഷോർട്ടായിട്ടൊക്കെ ആയിരിക്കും. നമ്മൾ ഒരു ഡയലോഗ് പറഞ്ഞ് അടുത്ത ഡയലോഗ് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ആ അഭിനയിച്ച ഫ്ലോ ഒരിക്കലും വരുന്ന നമുക്കത് കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരത്തില്ല. ഇത് എഡിറ്റ് ചെയ്യുന്ന എഡിറ്ററുടെയും സംവിധായകന്റെയും ആ ഒരു ഇത് കഴിവ് വെച്ചിട്ടാണല്ലോ നമുക്കിത് ഒരൊറ്റ സീൻ ആ ഒരു ഒരേ സമയത്ത് ഇങ്ങനെ നടന്നു പോകുന്നതായിട്ട് നമ്മൾ അതെന്താ പറയുക, നമ്മൾ ഇങ്ങനെ ഒരു വിസ്മയിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. പക്ഷെ അത് നമ്മൾ അതിൻ്റെ അകത്തെ കുഴപ്പങ്ങളും കുറവുകളും ഒക്കെ പരിഹരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡബിങ്ങിലാണത്. കാര്യം അതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാവരും വിചാരിക്കും ഞാൻ കുറേ നാളായിട്ട് ഡബ് ചെയ്യുന്നതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് ഡബ് ചെയ്യുന്ന അല്ല. ഞാനിപ്പോൾ ഏറ്റവും സ്ലോ ആയിട്ട് ഡബ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ ഷമ്മി തിലകനാണ്. കാര്യം അത് നമ്മൾ ഓരോ സമയം പണ്ടൊക്കെ അങ്ങനെയല്ലായിരുന്നു. ഒരു എന്താണ്, ഞാൻ ഈ വലിയ കുറേ തമിഴ് ആർട്ടിസ്റ്റുകൾക്ക് ഞാൻ വളരെ ഫാസ്റ്റായിട്ട് ഞാൻ ചെയ്തിട്ട് പോയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ആ ഒരു ശൈലിയിലൊക്കെ നമുക്ക് ഒരു സീനിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോകും. പക്ഷെ ഇതങ്ങനെ അല്ല. ഈ ക്യാരക്ടർ ഇത് ഞാൻ ഒത്തിരി സമയമെടുത്ത് ചെയ്ത ഒരു പടമാണ്. എനിക്ക് തോന്നുന്നു രാജു ഒക്കെ ചെയ്ത് കഴിഞ്ഞ് എത്രയോ നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ അവസാനം റിലീസിന്റെ തലേദിവസം പോയി ഞാൻ ഡബ് ചെയ്തു. അത് ഓർക്കണം. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സാധനം അന്നൊരു ഡയറക്ടർ ഓക്കെ പറഞ്ഞ ഒരു ഷോട്ട് ഉണ്ടല്ലോ. ഞാൻ സാധാരണ ചെയ്യുന്നൊരു വിധം, ഇപ്പൊ ജയൻ ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഞാൻ ഡബ് ചെയ്യുന്ന പറയുന്നത് ജയൻ അവര് എന്താണോ എന്നെ കൊണ്ട് അഭിനയിപ്പിച്ച് അല്ലെങ്കിൽ അന്നേരം നമ്മൾ ചെയ്ത ആ സാധനം ആ ഫ്ലോയിൽ ആദ്യം അങ്ങ് ഡബ് ചെയ്യും. അല്ല, അതുപോലെ ആ ശൈലി കുറച്ചും കൂടി നന്നായിട്ട് നല്ല ഒരു ശബ്ദത്തിന്റെ ഒരു ഇതല്ല, നമ്മൾ അതാണല്ലോ പ്രധാന ഡബിങ് എന്ന് പറഞ്ഞ മൈക്കിന്റെ ആ ഒരു ഇതാണല്ലോ, നമ്മൾ മൈക്കിനോടുള്ള ഒരു പ്രണയവും കൂടിയാണല്ലോ ഡബിങ് എന്ന് പറയുന്നത്. അവിടെ അത് നന്നായിട്ട് ചെയ്യും. അത് ഡയറക്റ്റ് ഓക്കെ ഏട്ടാ എന്ന് പറയും. ഓക്കെ ഏട്ടെന്ന് പറയുമ്പോൾ അത് ഓക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് അന്നേരം ഒരു ഉൾവിളി ഉണ്ടാവും. ഏട്ടാ ഇതിന് ഇങ്ങനെ ഒന്ന് ചെയ്താൽ എങ്ങനെ ഉണ്ടാകും? അത് ചിലപ്പോൾ ഡയറക്ടർക്ക് അന്നേരം തോന്നൂല. അവരെ സംബന്ധിച്ചിടത്തോളം അവരത് ചെയ്ത സാധനം അവർക്ക് ഓക്കെയാണ്. അന്ന് കിട്ടിയതിനേക്കാൾ നന്നായിട്ട് കിട്ടി. പിന്നെ അവർ ഹാപ്പിയായി. അപ്പൊ ഞാൻ പറയും സാർ ഒരു സെക്കൻഡ്, ഞാൻ ഒരു ലേട്ടത് ഓക്കെയാണ്, പ്ലീസ് ഒരു ടേക്ക് കൊടുക്കാം. ലേട്ടത് ഓക്കെയാണ്, നമുക്ക് അടുത്തതിലേക്ക് പോവാം, കാരണം സമയം പോവുകയാണല്ലോ. ഞാൻ പറയും ഇല്ല ഒന്നെടുക്കാം, ഇത് നിങ്ങളിത് ഓക്കെ, നിങ്ങൾ കേട്ട് നോക്കൂ, നമുക്ക് അത് നോക്കാം. ഞാനത് എന്താണെന്നുള്ള റിഹേഴ്സൽ കൊടുക്കില്ല, ടേക്ക് ചെയ്യും. പക്ഷെ നമ്മള് അവിടെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ മാറ്റമല്ല. ചില സംഭവത്തിൽ ചിലപ്പോൾ ഒരു ഡയലോഗിലെ സ്ട്രെസ്സിങ് ആയിരിക്കാം, അർത്ഥം
തലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പോസ് ചെയ്യുന്നതോ അങ്ങനെ അല്ലല്ല, അത് മോഡുലേഷൻ ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ അർത്ഥവ്യത്യാസം നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാല്, ഞാൻ എൻ്റെ അച്ഛൻ പറഞ്ഞു തന്ന ഒരു ഡയലോഗ് ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുണ്ടാണ്. ഞാൻ വിചാരിച്ചു നീ കഞ്ഞി കുടിച്ചില്ലെന്ന്, ഒരു സെന്റൻസ് ആണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ വിചാരിച്ചു നീ കഞ്ഞി കുടിച്ചില്ല എന്നുള്ള ഒരു സെന്റൻസ്. ഈ ഡയലോഗ് നമുക്ക് നമ്മൾ അഭിനയിക്കുമ്പോൾ ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. അത് അവരെ ആ സബ്ജക്റ്റിൽ അത് ഓക്കെ ആയിരിക്കാം. പക്ഷെ നമ്മളത് ഇത്രയും നേരം അഭിനയിച്ച് വന്നപ്പോൾ ഉള്ള, അല്ലെങ്കിൽ ഡബ് ചെയ്ത് വന്നപ്പോൾ ആ സീനിലെ ചില കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് അത് ആ അർത്ഥമല്ലല്ലോ അവിടെ വരേണ്ടത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ വിചാരിച്ചു നീ കഞ്ഞി കുടിച്ചില്ലെന്ന്, ഞാൻ അവിടെ ഇരിക്കുന്ന മറ്റേ ക്യാമറമാൻ വിചാരിച്ചു ശരിയായിരിക്കാം. ഞാൻ വിചാരിച്ചു നീ കഞ്ഞി കുടിച്ചില്ലെന്ന്, ഞാൻ വിചാരിച്ചു നീ കഞ്ഞി കുടിച്ചില്ലെന്ന്, അവൻ കഞ്ഞി കുടിച്ചെന്ന് ഞാൻ വിചാരിച്ചു, നീ കഞ്ഞി കുടിച്ചെന്ന് അർത്ഥം മാറിയില്ലേ? ഞാൻ വിചാരിച്ചു നീ കഞ്ഞി കുടിച്ചില്ലെന്ന്, കപ്പ തിന്നിരിക്കുക അല്ലെ പൊറോട്ട ഇറച്ചി തിന്നിരിക്കുക, കഞ്ഞി കുടിച്ചില്ലെന്ന്, ഒരേ ഡയലോഗ് തന്നെയാ, അർത്ഥം പലതായില്ലേ? ശരിയല്ലേ? ശരിയാണ്. അങ്ങനെ വരുമ്പോ നമ്മൾ ഈ തെറ്റായ അർത്ഥത്തിൽ ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസിന് അത് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ചില ഡയലോഗുകൾ കേൾക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് എന്റെ വിജയം എന്ന് ഞാൻ പറയുന്നു. അതാണ് എന്റെ വിജയ ഫോർമുല. അത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്, എനിക്ക് മാത്രമല്ല. അത് എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ അത് കൃത്യമാണ്, അതാണ് ശരി, അല്ലേ? സത്യമാണ്. ഒരു റൈറ്റർ എഴുതിയിരിക്കുന്ന ഒരു സീനിലെ അതിന്റെ സാരാംശം ഇല്ലേ, ആ ഒരു സീനിന് ഒരു സാരാംശമുണ്ട്. ആ സാരാംശത്തിന് നമ്മൾ ഈ പറയുന്നത് ഇങ്ങനെ ഒരു ഡയലോഗ്, ഈ ഡയലോഗാണ് ഈ ഞാൻ വിചാരിച്ച നീ കഞ്ഞി കുടിച്ചില്ലെന്നുള്ള ഡയലോഗാണ് അങ്ങേര് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങേര് ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. ആ ഉൾക്കൊണ്ടിട്ട് അതിൽ ഈ കഞ്ഞിക്കാണോ, വിചാരിച്ചു എന്നുള്ളതിനാണോ, ഞാനിനാണോ, കുടിച്ചില്ലെന്നിലാണോ, ഏതിനാണ് ഊന്നല് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ അവിടെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. ആ ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ അന്നേരം ഞാൻ പറയാം, ജയനടുത്ത് തന്നെ എത്ര പ്രശ്നം അങ്ങനെ പലപ്പോഴും എടുത്തിട്ടുണ്ട്. ഞാൻ പറയും, ഇത് ഏതാണ് വേണ്ടത് നിങ്ങൾ തീരുമാനിച്ചു. ആ ചേട്ടാ ഈ രണ്ടാമത് ഏതാണ്, മിക്കവാറും രണ്ടാമത് ഏതായിരിക്കും ഓക്കെ പറയുക. കാര്യം അത് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മോഡുലേഷൻ ആയിരിക്കും. അത് ശരി, അതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് ഈ വിട്ടു നിൽക്കുന്ന തോന്നലുണ്ടാകും. പക്ഷെ അത് എല്ലാ നടീനടന്മാരും അങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ ഇത് ചിലപ്പോ ചെറിയ വിട്ടു നിൽക്കും. അത് ചിലർക്ക് തോന്നുന്നത് ഓവറാണെന്ന് തോന്നാം, ഇല്ലേ? ശരിയല്ലേ? ഇത് എല്ലാം കൂടി ഒരുമിച്ച് ഒരേപോലെ ആകുമ്പോഴാണ് അതിന് പൂർണ്ണത വരുന്നതെന്നും ഒരിതുണ്ട്. അങ്ങനെ എനിക്ക് എപ്പോഴും ഷമിച്ചേട്ടൻ്റെ ഒരു കാര്യത്തിൽ ഒരു വേറെയും ശ്രദ്ധിക്കുന്നത്, ഈ സംഭാഷണങ്ങൾക്കിടയിലുള്ള ഈ മൂളലോ, ഇപ്പോൾ പാൽത്തു ജാൻവറിൽ ഈ ഒരു മോട്ടിവേഷണൽ സ്വഭാവത്തിൽ സംസാരിക്കുന്ന സമയത്ത് അവിടെ ഒരു നീട്ടി മൂളല് ആ ക്യാരക്ടറിനെ വേറെ രീതിയിൽ രജിസ്റ്റർ ചെയ്യാണ്. കാരണം അവിടെ ചിലപ്പോൾ ഒരു പാസ്റ്ററൊക്കെ സംസാരിക്കുന്ന പോലെ മോട്ടിവേഷണൽ സ്പീക്കർ സംസാരിക്കുന്നതിൻ്റെയൊക്കെ ഒരു ബ്ലെൻഡായിട്ടാണ് ഇദ്ദേഹം ഇത് ബ്രീഫ് ചെയ്യുന്നത്. പക്ഷെ അവിടെ എന്ന് പറയുന്നതിൻ്റെ ഒരു പോസ് അല്ലെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. ആ പറയുന്നതിന് വേറൊരു ഊന്നൽ അവിടെ കൊടുക്കുന്നുണ്ട്. ഇതിൽ ഈ കഞ്ഞി കുടിക്കുന്ന സീൻ, മറ്റേ ഇറച്ചി പ്രിപ്പയർ ചെയ്തിട്ട് അനുമോഹൻ കൊണ്ടുവന്നിട്ട് അത് കഴിക്കുന്ന സീനിൽ ഇത് വായിലിട്ടതിന് ശേഷം പുള്ളി എടുക്കുന്നിടത്ത് പുള്ളി ഇതിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. ഇതുകൊണ്ടൊന്നും പുള്ളിയെ പിടിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. പുള്ളി അതേ പിടിവാശിയിൽ നിൽക്കുകയാണ് എന്ന് തോന്നുന്നതെടുത്ത് പുള്ളി ഇത് ചെറുതായിട്ട് ഇട്ട് ചവയ്ക്കുന്നിടത്ത് പോലും ഒരു എന്താ പറയുക, ആ ക്യാരക്ടറിൻ്റെ ഒരു ആർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വഭാവ വ്യാഖ്യാനം തന്നെ ഈ ഒരു വോയിസ് ആക്ടിങ്ങിൽ എടുക്കുന്നതാണ്. അതിൽ അങ്ങനെ കൂടി ശ്രദ്ധിക്കാറുണ്ട് അല്ലെ? വാക്കുകൾക്കപ്പുറത്ത് ചില മൂളല്, നീട്ടലുകള് അല്ലേ? അല്ല, അതിനകത്ത് അങ്ങ് പറഞ്ഞതോട് ഞാൻ ചോദിക്കാം. പക്ഷെ അതിനകത്ത് വേറൊരു തലമുണ്ട്. കാര്യം എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾ ആ സീൻ തന്നെ എടുക്കുക, ഈ ഇറച്ചി കഞ്ഞി കുടിക്കുന്ന സീൻ എന്ന് പറയുന്നത്. അതില് ഡയറക്ടർ വെച്ചിരിക്കുന്ന ആംഗിള്, അതുപോലെ എൻ്റെ കോ ആർട്ടിസ്റ്റ്, അതായത് എൻ്റെ മകൻ അനു അഭിനയിച്ചിരിക്കുന്ന ആ കഥാപാത്രവും ഞാനും തമ്മിലുണ്ടായിട്ടുള്ള, അതിന് മുമ്പുണ്ടായിട്ടുള്ള സീനിലെ ഒരു ചെറിയ പ്രശ്നങ്ങള്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സീൻ ശ്രദ്ധിച്ചോ, ഞാൻ അവന്റെ ഫേസ് ചെയ്യുന്നത് അവൻ പോയതിനു ശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു ലുക്ക് കൊടുക്കുന്നത്. അതെടുത്ത് ഇങ്ങനെ തിന്നിട്ട് ഇങ്ങനെ ഒരു ലുക്ക് കൊടുക്കുന്നത്. അതുവരെ ഞാൻ അവനെ നോക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? എൻ്റെ മനസ്സിൽ അവനോടുള്ള ആ ക്യാരക്ടറിന്റെ ഒരു ഇതാണ്. അത് ശരിക്കും ഡയറക്ടർ പറഞ്ഞല്ല, എനിക്ക് തോന്നിയിട്ട് അങ്ങനെ ചെയ്തതാണത്. എന്ന് പറഞ്ഞാൽ
ആ ഒരു സ്പൂണിലെടുത്ത് ഇത് ചെയ്യുന്നിടത്തൊക്കെ അത് അതായത് അവൻ തയ്യാറാക്കിയതൊക്കെ കഴിക്കുന്നത്, എന്നാൽ പോലും അതെനിക്കറിയില്ല. ആ, എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ അന്ന് ആ ഇറച്ചിയിൽ അങ്ങനെ ഒരു സംഭവം ചെയ്തില്ലായിരുന്നെങ്കിൽ അതെ, യാതൊരു കാരണവശാലും മോഹന്റെ അപ്പം വന്നാലും അത് അവിടുന്ന് ആ മരം കൊണ്ടുപോകില്ല. കൊണ്ടുപോകില്ല. അതാണ് ആ ക്യാരക്ടറിന്റെ അതെ, അന്നേരത്തെ അതെ. ഡിസിഷൻ എന്ന് പറയുന്നത്. ഡിസിഷൻ. നീ ഏത് ഉം, മറ്റേ അവിടുന്ന് ആളെ കൊണ്ടുവന്നാലും ആ സാധനം കൊണ്ടുപോകില്ല, അല്ലെങ്കിൽ എന്നെ കൊല്ലണം. കൊല്ലണം ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യന്റെ അവിടുന്നാണ് ഈ ഒരു തകർച്ച ഉണ്ടാകുന്നത്. ഉണ്ടാവുന്നത്. അത് തന്നെയാണ് ആ ക്യാരക്ടറിന്റെ ഏറ്റവും നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു കിട്ടിയിട്ടുള്ളത്. സ്ഥായിയായ ഭാവം എന്ന് പറയുന്നത്. ആ സ്ഥായിയായ ഭാവം എനിക്ക് ഹോൾഡ് ചെയ്യാനായിട്ട്, കാര്യം അത് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. എഴുതപ്പെട്ടതാണ്. അതാ ഞാൻ പറഞ്ഞു, ഓതർ സപ്പോർട്ട് അങ്ങേയറ്റം ഉം. ഉള്ള ഒരു ക്യാരക്ടറാണ് എൻ്റെ ഞാൻ ചെയ്ത ക്യാരക്ടർ എന്ന് പറയുന്നത്. അത് പിന്നെ ഈസി അല്ലേ, അങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് എന്താ ചെയ്യാനായിട്ട് പാട്? അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല, പിന്നെ ആക്ടർ ആണെന്ന് നടന്നിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ ഈ രണ്ട് തരം ജേണി ഉണ്ടല്ലോ ചമ്മി ചേട്ടാ. ഈ ഒരു വോയിസ് ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ എണ്ണം പറഞ്ഞ കഥാപാത്രങ്ങൾ നമ്മളുടെ ചെവിയിൽ ഇപ്പോഴും മുഴക്കമുള്ള രീതിയിലാണ് ഈ കഥാപാത്രം. ഇപ്പം സലീം ഘോസിന്റെ കഥാപാത്രം നമ്മൾ എപ്പോഴൊക്കെ സലീം ഘോസിനെ പ്രൈസ് ചെയ്യുന്നുണ്ടോ അതിനൊപ്പമാണ് ആ ശബ്ദഗാംഭീര്യം. നമ്മൾ താഴ്വാരം എന്ന് പറയുന്ന സിനിമ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ക്യാരക്ടറുകളുടെ ഈ പറയുന്ന അവരുടെ ഉൾപ്പെരുക്കത്തിനൊപ്പം നിൽക്കുന്നത്. അവിടെ ഈ പറയുന്നത് ഒരു വോയിസ് ആക്ടിങ്ങിന്റെ ഒരു പെർഫെക്റ്റ് വേവ് ഉണ്ട്. അവിടെ മോഹൻലാലാണ് ഷമിച്ചേട്ടനോട് പറയുന്നത് ആ ക്യാരക്ടറിലേക്കുള്ള ഒരു ഇൻവിറ്റേഷൻ ഉണ്ടാക്കുന്നത്. ശരിക്കും അങ്ങനെ ഒരു ആ ജേണി കൂടി ഭയങ്കര രസമുള്ളൊരു ജേണി ആയിട്ട് കണ്ടിട്ടില്ലേ? ശരിയാണ്, പറഞ്ഞ പോലെ അതെന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ മറക്കാനാവാത്ത ഘട്ടങ്ങളാണത്. അതിലൂടെ അന്നൊക്കെ പോയതെന്ന് പറയുന്നത്. കാര്യം എന്ന് പറയുന്നത്, ആക്ച്വലി ഞാൻ ഭയങ്കര ഞാൻ ആ സമയത്ത് ഒരു സിനിമാക്കാരനായിട്ടില്ല. കാര്യം ഞാനൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ആ ലെവലിൽ ഞാൻ നവോദയ ഫിലിംസിന്റെ അവരുടെ ഒരു സ്റ്റാഫിനെ പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എനിക്ക് മറ്റ് ഈ കൊമേഴ്ഷ്യൽ സിനിമ അങ്ങനെയുള്ള സിനിമ ഗാങ്ങുകൾ അവരുമായിട്ടൊന്നും എനിക്കൊരു പരിചയമില്ല. അവരുമായിട്ടൊന്നും ഞാൻ അങ്ങനെ ഒരു ഇടപെടുന്ന ഒരു ശീലവും എനിക്കില്ല. അപ്പോഴാണ് ഇതിൻ്റെ കടത്തനാടനമ്പാടിയുടെ ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാലേട്ടൻ ഇങ്ങനെ പ്രസാദ് 70mm തിയേറ്ററിൽ വെച്ചിട്ട് ഇതിൻ്റെ മിക്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അപ്പോഴും ഡബ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ലാലേട്ടൻ കണ്ടു പറഞ്ഞു, മോനെ എനിക്ക് നമ്മുടെ ഒരു പടം വരുന്നുണ്ട്, ഗുഡ് ബാഡ് അഗ്ലി ഇല്ലേ, കണ്ടിട്ടില്ലേ? ഉണ്ട്. അതിൽ ഗുഡ് ബാഡും മാത്രമുള്ള ഒരു സിനിമയാണെന്നൊക്കെ പറഞ്ഞ് അതൊന്ന് ചെയ്യാവോ എന്ന് ചോദിച്ചു. ലാലേട്ടൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല, പക്ഷേ ലാലേട്ടൻ പറഞ്ഞു ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞാണ് ഞാനത് പോയി ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അന്നത്തെ കാലം അന്ന് മദ്രാസിലാണത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൊല്ലത്താണെന്ന് ഉള്ളത്. കൊല്ലത്തു നിന്ന് എന്നോട് പറഞ്ഞു വന്നാൽ മതി. എൻ്റെ അടുത്ത് പൈസയൊക്കെ ചോദിച്ചാൽ പറയാം, പൈസ ഒന്നും എനിക്കറിയേണ്ട കാര്യം. എനിക്ക് അന്ന് ഈ പൈസ സംഭവങ്ങളെ കുറിച്ചൊന്നും ഞാൻ ബോധവാനല്ല. ഞാൻ ചെല്ലുന്നത് കാര്യം മോഹൻലാൽ പറഞ്ഞിരിക്കും. അത് മാത്രമല്ല, ഡയറക്ടർ ഭരതൻ അച്ഛനോട്, കാര്യം അന്ന് പെരുന്തച്ഛൻ എന്ന് പറഞ്ഞ സിനിമയില്ലേ, അതെ അതെ, ഈ പെരുന്തച്ഛൻ എന്ന് പറയുന്ന സിനിമ നമ്മൾ ആ പടം തന്നെയാണ് ശരിക്ക് ചമ്പക്കുളം തച്ചൻ എന്ന് പറയുന്ന സിനിമ. അത് ശരിക്കും ഭരതേട്ടൻ ചെയ്യേണ്ടിയിരുന്ന സിനിമയാണ്. അതില് അന്ന് പെരുന്തച്ഛൻ സബ്ജക്റ്റാണ് ഈ ചമ്പക്കുളം തച്ചൻ എന്ന് പറയുന്നത്. അപ്പൊ അന്ന് അച്ഛൻ്റെ അടുത്ത് ഇത് ഈ ക്യാരക്ടറിനെ കുറിച്ച് പുള്ളി പറഞ്ഞു. അപ്പൊ അന്ന് ഞാന് രാധാമാധവ് എന്ന് പറയുന്ന സുരേഷ് ഉണ്ണിത്താന്റെ പടത്തിൽ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറാണ്. അച്ഛൻ അതിനകത്ത് അഭിനയിക്കുക. അപ്പൊ അന്നേരം ഞാൻ ഊട്ടിയിലാണ് ഉള്ളത്. അപ്പൊ എൻ്റെ അടുത്ത് ഭരതേട്ടൻ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഷമ്മിയെ ഒന്ന് കിട്ടുമോ അതിനൊന്ന് ഡബ് ചെയ്യാൻ, ഈ പടം ഈ താഴ്വാരം ഡബ് ചെയ്യാനായിട്ട് കിട്ടുമോ എന്നൊന്നും ഇങ്ങനെ ചോദിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു അവനത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അവനൊട്ടും താല്പര്യമില്ലാത്ത. ഞാൻ പറഞ്ഞു നോക്കാം ചേട്ടാ, ഒന്ന് നിർബന്ധിക്കണേ. അപ്പൊ അച്ഛൻ പറഞ്ഞു ഞാൻ അങ്ങനെ അവൻ്റെ അടുത്ത് പറയില്ല, അത് അവൻ്റെ ഇഷ്ടമാണ്, അത് അവന് പറ്റൂല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അവനങ്ങനെ താല്പര്യമില്ല ഡബിങ്ങിലെന്ന്. ശരി നോക്കാന്ന് പറഞ്ഞ അച്ഛൻ വരുന്നതിന് മുമ്പാണ്, ആ സമയത്താണ് ഞാൻ അമ്പാടി ഡബ് ചെയ്യാനായിട്ട് മദ്രാസിൽ ചെന്നത്. അന്നേരമാണ് ലാലേട്ടൻ എടുത്തു. ഇത് രണ്ടും കൂടി ഒരേ സമയത്ത് നടക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ചെന്നു. അവിടെ മദ്രാസ് ചെന്നപ്പോഴത്തേക്ക് എനിക്കൊരു നല്ല സ്വീകരണം അവിടെ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എന്നെ എഴുന്നള്ളിച്ചുകൊണ്ട് പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. കാര്യം ഞാൻ മദ്രാസ് സിറ്റിയിൽ സാധാരണ അവിടെ പോയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നവോദയയുടെ വർക്കിന് വേണ്ടി. അപ്പം ഞാൻ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ പെട്ടിയായിട്ട് നമ്മൾ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് നവോദയ എന്നും പറഞ്ഞൊരു പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് അവിടുത്തെ ആ വണ്ടിയുടെ ഡ്രൈവർ അവിടെ ഉണ്ടാവും, ഒരു തമിഴൻ. അപ്പം അപ്പോൾ ഉടനെ കൈ കാണിക്കുമ്പോഴത്തേക്ക് അവൻ ഓടി വന്ന് എൻ്റെ വെട്ടി എടുത്തുകൊണ്ട് അവൻ വണ്ടിയെ കയറ്റി കൊണ്ടുവച്ച് അവൻ നമ്മളെ കൊണ്ടുപോകണം. എനിക്ക് ചെന്നൈ നഗരം എനിക്ക് പരിചയമില്ല, തമിഴ് അറിയില്ല. അപ്പം ഇവരങ്ങ് കൊണ്ടുപോയി അവരുടെ ഇപ്പോൾ നവോദയ അപ്പച്ചൻ സാറിൻ്റെ, ഞങ്ങൾ പപ്പ എന്ന് വിളിക്കുന്ന നവോദയ അപ്പച്ചൻ സാറിൻ്റെ വീട്ടിലാണ് അവരുടെ കൂടെ ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ തന്നെയാണ് എഡിറ്റിങ് കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കുടുംബാംഗത്തെ പോലെ
ഞങ്ങളോട് അങ്ങനെ ഒരു സ്വീകരണമാണ് നമുക്ക് അവിടെ അതെ. കിട്ടിയിരിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങളെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന നിലയ്ക്കുള്ള അല്ല, സ്വീകരണം അല്ല. കിട്ടിയില്ലെന്നല്ല. ഒരു കുടുംബാന്തരീക്ഷത്തിലാണ് ആ ഒരു പോയിക്കൊണ്ടിരുന്നത്. അന്തരീക്ഷത്തിലാണ് കാര്യം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നവോദയയുടെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഭയങ്കര ഉം. ആ ഒരു ഇഷ്ടത്തോടു കൂടി ഞാൻ ചെയ്തത്. അതിന് ശേഷവും ഞാൻ പറയുന്നുണ്ട്, അത് പോട്ടെ, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക്, ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്ക് ആരുമില്ല. ഒന്നത് ചെന്നൈ നഗരം, നമുക്ക് അതൊക്കെ അറിയാമല്ലോ. നമുക്ക് ഉം. ഫോണ് വിളിക്കാനായിട്ട് മൊബൈലോ കാര്യങ്ങളോ ഇല്ല. ഒന്നുമില്ല. ആകെ ഉള്ളത് ഭരതേട്ടന്റെ വീട്ടിലെ ലാൻഡ് ഫോൺ, അന്ന് ലാൻഡ് ഫോൺ ഉള്ളു, ലാൻഡ് ഫോൺ നമ്പർ മാത്രം എൻ്റെ കയ്യിൽ ഒരു ബുക്കിൽ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. വേറെ ആരുടെ, പിന്നെ ഉള്ളത് നവോദയയുടെ മാത്രമാണ്, ചെന്നൈയിലുള്ള നമ്പർ. ചെന്നൈയില്. അന്ന് മദ്രാസാണ്, ചെന്നൈയല്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ഇങ്ങനെ തേരാപ്പരിവ് എവിടെയെങ്കിലും നിപ്പുണ്ടോ, ഇങ്ങനെ ഷമ്മീത്തിലെന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ അവിടെ പലരുടെയൊക്കെ എഴുതി പിടിച്ചിട്ടുണ്ട്, നമ്മളെ മാത്രം കാണുന്നില്ല. ഞാനിങ്ങനെ തേരാപ്പര ഇങ്ങനെ തിണ്ടി കാണുന്നത് കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആരുമില്ല. അങ്ങനെ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയി. ഇങ്ങനെയാണോ ചെയ്യുന്നത് ഒരു സിനിമ, അങ്ങനെ നമ്മളെ വലിയ കാല് പിടിച്ച് അവിടെ നിന്ന് വിളിച്ചോണ്ട് വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇച്ചിരി ആ സമയത്തെ ചോരത്തിൽ അങ്ങനെ നേരെ നോക്കിയപ്പോൾ അവിടെ ഒരു ബൂത്ത് കാണുന്നു, 1 രൂപ കോയിൻ ഇട്ടിട്ട് വിളിക്കുന്നു. നേരെ വിളിച്ചു, വേണ്ടായിരുന്നു ഭാരതൻ ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മളങ്ങനെ അറിയണമല്ലോ. ആ ഒരു ഇച്ചിരി മുടയെ തന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഏതോ ഒരു ലേഡിയാണ് എടുത്തത്, തമിഴില്. ചേച്ചിയല്ല, ലളിത ചേച്ചിയല്ല, ലേഡിയാണ് എടുത്തത്. ഹലോ, ഞാൻ പറയാം, ഡയറക്ടർ ഭാരതനുടെ വീടാ? നമ്മൾ മലയാളത്തിൽ തന്നെയാണ് ചോദിക്കുന്നത്, നുഡേ എന്നൊക്കെ പറഞ്ഞ അത്രേ ഉള്ളൂ. ആമാ സാർ, ആര്? ഞാൻ ഷമ്മി തിലകൻ ചൊല്ലുക, കൊടുക്കുക, അവർക്കിട്ട് കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുള്ളി ഹലോ, വളരെ പതിഞ്ഞ ശബ്ദത്തിൽ, ഞാൻ ഭരതനാണ്, എന്താണ്? ഞാൻ ഷമ്മി തിലകനാണ്. ഷമ്മി എവിടെ എത്തി? റൂമിലെത്തിയോ? ഇല്ല, ഞാൻ പറയുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുക, ഇവിടെ വണ്ടിയും കുണ്ടിയൊന്നും ഇല്ല. ഇങ്ങനെയൊക്കെ ഒരു ഇറിറ്റേറ്റഡ് ആയിട്ട് ഞാൻ ഇങ്ങനെ പറയുക. ഓ അത് ശരി, അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പോര്, മറ്റേ റാം ഹോട്ടൽ, എന്തൊരു ഹോട്ടലിൻ്റെ പേര് പറഞ്ഞു, അവിടെ പോവാ, കോടമ്പക്കത്ത്. ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറ്റില്ല, ഓട്ടോറിക്ഷയിൽ നിന്ന് എനിക്ക് കയറി വരാൻ പറ്റില്ല, ഉമ്മാരെല്ലാം അവിടെ അങ്ങോട്ടും അവിടെ, ഞാൻ അവിടെ നിന്നില്ല, ഒരു കാറ് വരണം. എന്ത് കാര്യത്തിനത്? അന്നത്തെ ഒരു കുഴപ്പമില്ല. അങ്ങനെ പുള്ളിക്ക് അത് കഴിഞ്ഞ് പുള്ളി പറയാം, കുറച്ച് കഴിഞ്ഞപ്പോഴേ, ഷമ്മി ഞാൻ നിങ്ങൾ സംസാരിക്കുന്നത് ഡയറക്ടർ ഭരതനോടാണ് എന്ന് ഇങ്ങനെ പുള്ളി ഒരു ഇച്ചിരി ഇതായിട്ടാണ് പറഞ്ഞത്. ഞാൻ നിങ്ങൾ സംസാരിക്കുന്ന ഷമ്മി തിലകനോടാണ് എന്ന് ഞാൻ തിരിച്ചു, കാര്യം നിങ്ങൾക്ക് പറ്റാത്ത പണിക്കല്ലേ എന്നെ വിളിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ മോഡയിൽ തന്നെ ഞാൻ അങ്ങനെ കട്ടൊക്കെയാണ്, അങ്ങനെ ഞാൻ ഇച്ചിരി ഉടക്കായി. അത് കഴിഞ്ഞ് ലാസ്റ്റ് പിന്നെ എന്താ അപ്പോഴത്തേക്ക് കിത്തോ എന്ന് പറഞ്ഞ കിത്തോ ചേട്ടൻ്റെ ഇന്ന ഫ്ലാറ്റ്, അങ്ങനെ ഞാൻ അവിടുന്ന് എനിക്ക് വണ്ടി വന്നു, അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഹോട്ടലിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ റൂം ഒരു അണ്ടർഗ്രൗണ്ടിൽ അങ്ങനത്തെ ഒരു ഗുദാമിനകത്തൊക്കെ കൊണ്ടു തന്ന് അവിടെയൊക്കെ എനിക്ക് മൊത്തത്തിൽ ഒരിക്കൽ നമുക്ക് ഒരു ഇതായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഇറിറ്റേറ്റഡ് ആയി, ബാത്റൂമിൽ പോകാനായിട്ട് പറ്റുന്നില്ല, അങ്ങനെ എല്ലാം കൊണ്ട് ഇറിറ്റേറ്റഡ് ആയി നിൽക്കുമ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ വയ്യ, സൗകര്യമില്ല, നിങ്ങൾ വേറെ ആരും ചെയ്തു. ഞാൻ അവിടെ പോയി അപ്പുറത്തൊരു AC റൂം ഞാൻ എൻ്റെ ചിലവിലെടുത്തിട്ട് നേരെ നവോദയ വിളിച്ച പപ്പ മാനേജർ വിളിച്ച് കൊടുക്കാൻ പറഞ്ഞ് കൊടുത്ത്, ഞാൻ ഇന്ന ഹോട്ടലിൽ താമസിക്കുന്നുണ്ട്, ഞാൻ നാളെ കഴിഞ്ഞ് പോകും, എനിക്കൊരു ടിക്കറ്റും ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഈ ഹോട്ടലിലെ റൂം ഒന്ന് ബില്ലും ഒന്ന് സെറ്റിൽ ചെയ്തേക്കണേ. അതിനെന്താ മോനെ, നീ വന്നു. അവർ വന്ന് റൂം സെറ്റിൽ എനിക്ക് നന്നായിട്ട് അറിയാം, നമ്മുടെ ട്രസ്റ്റ് ആണ്, അവർക്കറിയാം എൻ്റെ ഇവിടുത്തെ ചെലവും കാര്യങ്ങളും എല്ലാ ബില്ലും പേ ചെയ്തിട്ട് അവരങ്ങനെയാണ് നമ്മളോട് പെരുമാറിയത്, ആ ഒരു വിശ്വാസമാണ്. അങ്ങനെ ഞാൻ അവിടെ ധൈര്യത്തിൽ അവിടെ AC റൂം കിട്ടി പാട്ടൊക്കെ കഴിച്ച് വൈകുന്നേരത്തെ ടൈം ബിയറും ഒക്കെ അടിച്ച് ഇങ്ങനെ കഴിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന്റെ അവർക്ക് മനസ്സിലായി ഞാൻ അടഞ്ഞെന്നുള്ളത്. അങ്ങനെ എൻ്റെ പ്രൊഡ്യൂസർ മറ്റേ BBK മേനോൻ ചേട്ടനും അവരും എല്ലാവരും കൂടെ വന്നു എന്നെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയി. ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല, നിങ്ങൾ എന്താ ചെയ്യും, നിങ്ങൾ വേറെ ആരും ചെയ്യും, എനിക്ക് സൗകര്യമില്ല ചെയ്യാനായിട്ട്. അങ്ങനെ മോഡലേ തന്നെ നിൽക്കുക. അങ്ങനെ പറഞ്ഞു നീ ഒരു ജസ്റ്റ് ഒന്ന് വാ. നേരെ നമ്മുടെ പ്രിയേട്ടന്റെ ഫ്ലാറ്റ് ഉണ്ട്, ബ്രൗൺ സ്റ്റോൺ അപ്പാർട്ട്മെന്റ്സ്, അവിടെ കൊണ്ടുപോയി. അവിടെ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഫ്ലാറ്റും. അവിടെ കൊണ്ടുവരുത്തി. അങ്ങനെ അവിടെ റഹ്മാനുണ്ട്, റഹ്മാനൊക്കെ എനിക്ക് പരിചയം. അപ്പൊ അങ്ങനെ ഞങ്ങളെ എന്നെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ട് ഞാൻ അവിടെ ഒന്നും താഴുന്നില്ല, അങ്ങനെ തന്നെ മോഡലിൽ തന്നെ നിൽക്കുക. അങ്ങനെ ലാസ്റ്റ് പൂജ എന്ന് പറയുന്ന ലാലേട്ടന്റെ തിയേറ്റർ ഉണ്ട്, മറ്റേ ബാലാജി സാറിന്റെ തിയേറ്റർ. ആ തിയേറ്ററിലാണ് ഇതിന്റെ ഡബിങ് നടക്കുന്നത്. അവിടെ കൊണ്ട് നീ അവിടെ വന്ന് നീ ഡബ് ചെയ്യണ്ട, നീ ഒന്ന് വന്ന് ജസ്റ്റ് അവിടെ വന്നിരിക്കുക, നമുക്ക് ഒന്ന് ഭരതനായിട്ടൊക്കെ ഒന്ന് സംസാരിക്കാം, ഞങ്ങൾ തമ്മിൽ കിടങ്ങില്ല. ഞാൻ പറയും എനിക്ക് അങ്ങനെ നമുക്ക് കാണാൻ എനിക്ക് താല്പര്യമില്ല, നിങ്ങൾ എന്താ ചെയ്യും, വേറെ എനിക്ക് അനുഭവം. അങ്ങനെ ഞാൻ പറഞ്ഞു ലാസ്റ്റ് അദ്ദേഹത്തിന്റെ കഴിവാണ്, എന്നെ കൊണ്ടുപോയി അങ്ങനെ പൂജ സുജാത തിയേറ്ററിൽ അവിടെ കൊണ്ടിരുത്തി. അത് ഡബിങ് അകത്താണ് ഭരതേട്ടനുള്ളത്. അപ്പൊ ഞാൻ വലിയ മോഡൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് കേൾക്കാൻ എനിക്കിങ്ങനെ പുള്ളി അവിടെ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല, ഇങ്ങനെ ഇൻഡിഫറൻ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഈ സ്ക്രീനിൽ ഇതങ്ങ് പ്രൊജക്റ്റ് ചെയ്തവർ, അതിൽ ഈ സലിം ഗൗസും ലാലേട്ടനുമായിട്ടുള്ള ഒരു സീനാണ് എടുത്തിട്ടിരിക്കുന്നത്.
അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ നോക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനായി, ഇയാൾ അസാധ്യമായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത്. അങ്ങനായി കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ നോക്കി, എടാ ഇയാൾ കൊള്ളാല്ലത്, കാര്യം അത്ര ഒരു നല്ലൊരു പെർഫോമൻസ് ഞാൻ അതുവരെ ഒരു ആർട്ടിസ്റ്റ് ചെയ്ത് കണ്ടിട്ടില്ല. അങ്ങനെ ഇരുന്ന് ഞാൻ അങ്ങ് എൻജോയ് ചെയ്യണം ആ സീൻ. അതങ്ങ് അത്രയും ആ ഒരു റീൽ അങ്ങ് അവർ ഓടിച്ചു. അടിപൊളി സീൻസ് അല്ല, അതിലെ ഏറ്റവും നല്ല സീനാണ് എടുത്തിട്ടിരിക്കുന്നത്, ഓർഡറിലല്ല ഇട്ടിരിക്കുന്നത്. അങ്ങനെ കണ്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അകത്തുനിന്ന്, ഷമി ഞാൻ ഭരതനാണ്. ആ അത് ചെയ്യല്ലേ? ആ ഞാൻ ഒരക്ഷരം ഉണ്ടാകാൻ ഞാൻ പോയെന്ന് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് പുള്ളി ഫസ്റ്റ് ആ വോയിസ് ഒന്ന് ഫിക്സ് ചെയ്തിട്ട് നേരെ ജോർജ് ഗിത്തോച്ചേട്ടനടുത്തും ബാലു എന്ന് പറയുന്ന 2 അസോസിയേറ്റ്സ് ആണ് അവരുള്ളത്. ഷമ്മിക്ക് എപ്പോ ഓക്കെ അപ്പൊ ഓക്കെ പറഞ്ഞാൽ മതി, ഞാൻ പോവാണ്. ഭരതേട്ടൻ പോയി. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തത്. ഗിത്തോച്ചേട്ടൻ അകത്തിരുന്നു, ബാലു എൻ്റെ കൂടെ വന്നിരുന്ന് ഞങ്ങൾ അങ്ങനെ എൻജോയ് ചെയ്തൊരു 3-4 ദിവസം എടുത്ത് രസമായിട്ട് ചെയ്ത്. കാര്യം ഞാൻ അവിടെ വന്ന് കയറുന്നതിന് മുമ്പുള്ള ഷമ്മി ആയില്ലായിരുന്നില്ല. പിന്നെ അത് കാര്യം വർക്ക് കണ്ടു കഴിഞ്ഞപ്പോ ക്രാഫ്റ്റ് അത് ഭരതേട്ടന്റെ ഒരു എന്താ പറയുന്ന, നമ്മള് വിസ്മയിപ്പിക്കുക എന്ന് പറയത്തില്ല, അതാണ് ഒരു കലാകാരന്റെ കഴിവെന്ന് പറയുന്നത്. എന്ത് ഒരു പ്രതിബന്ധവരൊക്കെ വെട്ടാൻ പറ്റുന്ന പൂത്തിനെ പോലും നിർത്താനായിട്ടൊക്കെ പറ്റുമെന്ന് കല കൊണ്ട് പറ്റുന്നുള്ളത്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, ഇപ്പം ഈ സംസാരിക്കുമ്പോഴും ഭരതേട്ടനെ കുറിച്ച് എത്രയോ മുമ്പ് നടന്ന കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തെടുത്ത് പറയുമ്പോഴും, ഷമ്മി തിലകൻ എന്നൊരാള് ഒരു സംവിധായകന്റെ കാഴ്ചയിൽ അല്ലെങ്കിൽ ഒരു സംവിധാനത്തോടുള്ളൊരു ഭ്രമം, അല്ലെങ്കിൽ അഭിനയിക്കുക, വോയിസ് ആക്ടർ ആവുക എന്നുള്ളതിനൊക്കെ പുറത്ത് സംവിധാനം എന്നുള്ള മോഹവുമായി വന്നതുകൊണ്ട് എപ്പോഴും ഒരു സംവിധായകനെ കൂടി ഉൾക്കൊണ്ട് പെരുമാറുന്നത് ഡബിങ്ങിലാണ്. അങ്ങനെ ഒരു കാര്യം എപ്പോഴും സംഭവിക്കാറില്ല. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ അഭിനയിക്കാൻ വന്ന ഒരു ആക്ടർ അല്ല. ഞാൻ എൻ്റെ ആദ്യ എൻ്റെ ഗുരുസ്ഥാനത്ത് ഞാൻ കാണുന്നത് സിനിമയിൽ KG ജോർജ് സാറിൻ്റെ ഇരകൾ സിനിമയിൽ. അതിനു മുമ്പ് ഞാൻ കോലങ്ങൾ സിനിമയുടെ സെറ്റിൽ, പക്ഷെ ഞാൻ അസിസ്റ്റൻ്റായിട്ടല്ല മൊത്തത്തിലുണ്ടായിരുന്നു. അതിനകത്ത് ഒരു ചെറിയ വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നു. അതിനുശേഷം പിന്നെ അങ്ങനെ ശേഷമാണ് ഈ നവോദയയിലൊക്കെ വരുന്നത്. നവോദയയിൽ വന്ന് ഈ നവോദയയുടെ ഒരു രീതി എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയാണ്. അവിടെ ഈ വലിപ്പച്ചെറുപ്പങ്ങളില്ല, ടാലന്റഡ് ആയിട്ടുള്ള ആരെയും അവര് വലിയ എന്താണ് റെസ്പെക്ട് കൊടുക്കുന്ന ഒരു കുടുംബമാണ് അവരിപ്പോ. ആ കുടുംബത്തിനേക്കാൾ ഉപരി അവര് നമുക്ക് ടാലൻസ് ഉള്ള എന്നെ കൊണ്ട് ക്യാമറ വരെ വർക്ക് ചെയ്യിച്ചിട്ടുണ്ട്. ഏതൊരു പ്രൊഡ്യൂസർ ഏതൊരാൾ തയ്യാറാകും. ഈ ചാണക്യൻ സിനിമയില് ഞാൻ ക്യാമറ, എൻ്റെ അച്ഛൻ്റെ ഒരു ഷോട്ട് ഞാൻ ക്യാമറ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാമറമാനായിട്ട് ഞാൻ ഇരുന്നിട്ടുണ്ട്. ഞാൻ കമൽഹാസന്റെ ഷോട്ടിൽ ഫോക്കസ് പുള്ളറായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ചാണക്യനില്. എൻ്റെ ഒരു സ്റ്റില്ലുണ്ട്, ഇപ്പോഴും ഉണ്ട്. പാടി സാറ് ക്യാമറമാൻ, അതിന്റെ ഫോക്കസ് പുള്ളറായിട്ട് ഞാനാണ് നിൽക്കുന്നത്. കമൽഹാസന്റെ ഷോട്ട്, കമൽഹാസൻ ആ സെക്രട്ടേറിയറ്റിന്റെ ഇപ്പുറത്തുള്ള മറ്റേ കെൽട്രോണിന്റെ അതിലുള്ള ഫുട്പാത്തിൽ കൂടി ആ വയലിന്റെ ഇതും പിടിച്ചോണ്ട് ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ ഒരു പാട്ടും പാടി വരുന്ന ഒരു ഷോട്ടുണ്ട് ഫസ്റ്റ് അയാളുടെ ഇൻട്രൊഡക്ഷൻ സമയത്ത്. അതിൽ ഒരു ഷോട്ടിൽ, ഒരു ട്രോളി ഷോട്ടിൽ ഞാനാണ് ഫോക്കസ് പുള്ളർ. അതെ, അതുപോലെ എഡിറ്റർ, ആകെ ഒരൊറ്റ എഡിറ്ററേ ഉള്ളൂ, അസിസ്റ്റന്റ് ഇല്ല. ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് നിൽക്കുന്നത് ഞാനാണ്. അവിടെ ഫിലിം ചുറ്റുന്നത് ആര് സമ്മതിക്കും? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ കൊണ്ട് പണി ചെയ്യിക്കും. നമുക്കവിടെ ശമ്പളം ചിലപ്പോൾ കുറവായിരിക്കാം, പക്ഷേ നമുക്ക് കിട്ടുന്ന അറിവെന്ന് പറയുന്നത് ഭയങ്കരമാണ്. അതാണ് നമ്മളുടെ നമുക്കവിടെ ആർത്തി ഉണ്ടാകുക. ട്രസ്റ്റ് കൂടി, ഒരു ടാലന്റിന് മേലുള്ള ട്രസ്റ്റ് ആണ്. തീർച്ചയായിട്ടും. അത് ഞാൻ ഒന്ന് ആലോചിക്കുകയെ, ഈ സമാഗമം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു അമൃത ടിവിയിൽ. അതില് ഒരിക്കൽ നവോദയ അപ്പച്ചൻ സാറ് ഇതായിട്ട് വന്നു, പുള്ളിയുടെ ഒരു സമാഗമം. അതിലേക്ക് അതിൻ്റെ അവതാരകൻ ചോദിക്കും, എൻ്റെ പേര് അവർ പറഞ്ഞു കൊടുത്തു, ഷമ്മി തിലകനെ വെക്കണം. അങ്ങനെ അവർ വരുന്ന ആൾക്കാരുടെ കുറെ ലിസ്റ്റ് കൊടുക്കുമല്ലോ, അതിൽ എൻ്റെ പേര് എഴുതി കൊടുത്തു. അപ്പോൾ അവതാരകൻ ചോദിച്ചു, ഇപ്പോൾ പ്രിയദർശൻ, സിബി മലയിൽ, അങ്ങനെ മോഹൻലാൽ, അങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ട്, അവരുടെയൊക്കെ പേര് അവരൊക്കെ നിൽക്കേ, എന്താ ഈ ഷമ്മി തിലകൻ്റെ പേര് സാർ എഴുതി തന്നത് എഴുതുന്നത് ചോദിച്ചു. അത് ഷമ്മിയോട് എനിക്കൊരു കടപ്പാടുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളിയെ കാര്യം പറഞ്ഞു, കാര്യം വേറെ ഒന്നുമില്ല, കടത്തനാടൻപാടിയിൽ കാര്യം അവരായിരുന്നല്ലോ ആ പടം കോടതിയിലെത്തിയ പടം അവരായിരുന്നു. അപ്പൊ എന്ത് ചെയ്യും എന്ന് കാര്യം 100-200ഓളം മിമിക്രി ആർട്ടിസ്റ്റുകളെ ട്രൈ ചെയ്ത് പരാജയപ്പെട്ടതാണ്. ഈവൻ ജയറാം പോലും അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്നപ്പോഴാണ് എന്റെ ഈ ശബ്ദത്തിൽ ഡബ് ചെയ്യാനായിട്ടാണ് എന്നെ വിളിക്കുന്നത്. മിമിക്രി വേണ്ട എന്നുള്ള തീരുമാനത്തിലെത്തി ഷമ്മിയുടെ ശബ്ദത്തിൽ ചെയ്യുക. എൻ്റെ ഈ ശബ്ദമില്ലേ ഞാനിപ്പോൾ ഈ പറയുന്നത്, അതിൽ ചെയ്യുക. അതിന് നമുക്കൊരു ടൈറ്റിൽ എഴുതി കാണിക്കാം, നസീറിൻ്റെ ശബ്ദത്തിൽ നമുക്ക് ആളെ കിട്ടാത്തത് കൊണ്ട് ഈ ശബ്ദം നിങ്ങൾ ദയവായി
സഹിക്കുക എന്നൊരു ഇത് എഴുതി കാണിക്കാം എന്നുള്ള രീതിയിലാണ് അവരെന്നെ വിളിക്കുന്നത്. പക്ഷെ ഞാൻ ചെന്ന് ചെയ്തപ്പോൾ ഞാനാ പറഞ്ഞ എൻ്റെ ശബ്ദത്തിൽ ഒരിക്കലും നസീർ സാറിന്റെ മുഖത്ത് ഞാൻ ചെയ്യൂല. കാര്യം അത് ഒരിക്കലും ചേരില്ല. എൻ്റെ ഈ പാറപ്പുറത്തിട്ട് ഉറയ്ക്കുന്ന ശബ്ദം അങ്ങേരുടെ ആ ഒരു സ്വീറ്റ് മുഖത്ത് എങ്ങനെ ചേരും? പിന്നെ ഞാൻ കണ്ടത് ഞാൻ ക്യാരക്ടറിന് ഒരു ഇതുണ്ട്. കാര്യം മോഹൻലാലിനേക്കാൾ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. അദ്ദേഹത്തിന്റെ ഗുരുനാഥനാണ്. അദ്ദേഹം റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. ഈ പറഞ്ഞ പോലെ ഭാസ്കരൻ മാസ്റ്ററെ പോലെ തന്നെ ഒരു ഡോമിനേഷൻ ഉള്ള ഒരു ക്യാരക്ടറാണ് ഈ പയ്യമ്പള്ളി ചന്തു എന്ന് പറയുന്നത്. അപ്പൊ അതിന് നസീർ സാറിന്റെ ശബ്ദം സാധാരണ ഒരു ഷാർപ്പായിട്ടുള്ള വോയിസ് ആണല്ലോ. അതിനേക്കാൾ ഉപരി എൻ്റെ ആ ഒരു വോയിസിന്റെ ഒരു ബേസ് അല്ലെങ്കിൽ ഒരു ഡെപ്ത് ഉണ്ടല്ലോ, എന്താണ് അതിനൊരു കറക്റ്റായിട്ട് വാക്കാതല്ല, ഓക്കെ എന്താ ആയിക്കോട്ടെ, അങ്ങേക്ക് മനസ്സിലാവുന്ന അത് വരുന്നത് ആ ക്യാരക്ടറിന് ഒന്നുകൂടെ കുറച്ചും കൂടി അത് എൻഹാൻസ് ചെയ്യും എന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഒരു ശൈലിയിൽ അത് ചെയ്തത്. അങ്ങനെയാണ് അതിനെ ഞാൻ സമീപിക്കുന്നതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ചോദ്യം എന്താ ഞാൻ മാറിപ്പോയെന്ന്. അല്ല, ഇതിൽ തന്നെയാണ് ഞാൻ ഇപ്പം ചാണക്യനൊക്കെ പറഞ്ഞോളൂ. ഇപ്പം ഷമിച്ചേട്ടൻ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഭാസ്കരൻ മാഷ് എന്ന് പറയുന്നത് ഭാസ്കരൻ മാഷിന്റെ ശരീരം ഷമിച്ചേട്ടന്റെ ശരീരം തന്നെയാണ്. അല്ലെങ്കിൽ ആ ദിവസം അഭിനയിക്കാൻ പോയ ആ ഒരു ആകാരത്തിലാണ് അതിന്റെ ഡബും ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പോൾ മുണ്ടക്കൽ ശേഖരനെ കാണുന്ന സമയത്ത് മുണ്ടക്കൽ ശേഖരന്റെ ശരീരത്തിനനുസരിച്ച് ചിലപ്പം അത് ഇപ്പം സോമയാജുലന്റെ ശരീരം വരുമ്പോൾ മുന്നിലുള്ള ആക്ടറുടെ ബോഡി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ബോഡി ലാംഗ്വേജ്, ഈ ബോഡി ലാംഗ്വേജും ഒരു ടോട്ടൽ ആകാരം അതുകൂടി ഈ പറയുന്ന വോയിസ് ആക്ടിങ്ങിനെ സ്വാധീനിക്കുമോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. നമ്മള് ശബ്ദം എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ശബ്ദം ഇപ്പൊ നമുക്ക് എളുപ്പം മനസ്സിലാക്കാവുന്ന ഹാർമോണിയം അറിയാമല്ലോ, അതിന് ബെല്ലോസ് ഇല്ലേ? ഈ ബെല്ലോസിന്റെ പവർ അനുസരിച്ചിട്ടില്ലേ നമ്മളിത് സ്ലോ ആയിട്ട് കാണിച്ച ശബ്ദം ഇതാകും, നല്ല പവറിൽ കൊടുത്തു കഴിഞ്ഞ ശബ്ദം. അപ്പൊ ആ എയറിന്റെ തള്ളിച്ചയിലാണ് ഈ വോക്കൽ കോഡിൽ നിന്ന് ഈ ശബ്ദത്തിന്റെ ഒരു ഇത് വരുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ ഞാനിപ്പോ എന്താ പറയുന്നത്, നമ്മുടെ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ മോഹൻരാജ് 6 അടി 3-4 ഇഞ്ചോ ഹൈറ്റ് ഉള്ള മനുഷ്യൻ, നല്ല കട്ട ശരീരം, അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഇങ്ങനെ നിന്നിട്ട് അപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ഒന്ന് വിരിയുമ്പോൾ നമ്മുടെ ശബ്ദത്തിന്റെ ആ ഒരു ഇത് മാറും. ഇപ്പൊ തന്നെ മാറിയില്ലേ? ആ മാറ്റം അത് കറക്റ്റ് ആയിരിക്കും അതിന്റെ ബ്ലെൻഡിങ്. ഞാൻ പറഞ്ഞു മനസ്സിലായ? അതേസമയം ഈ പറയുന്ന സോമയാജുലു എന്ന് പറയുമ്പോൾ ഒരു വൃദ്ധനായി, അയാളുടെ ശരീരം കുറച്ചൊരു ഇങ്ങനെ ആകും, ഒരു വീക്ക്നെസ് ഉണ്ടാകും, ക്ഷീണിത. അത് നമ്മൾ ഒരു ഇച്ചിരി ഒന്ന് കൂനി ഒരു മൈക്ക് അതിനനുസരിച്ച് ഒന്ന് താത്തി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ മൈക്ക് കറക്റ്റായിട്ട് വെച്ച് അവിടെ നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ ആ ഒരു ക്ഷീണിത ഇതിനകത്ത് ഭാസ്കരൻ മാഷും ഉണ്ട്. അങ്ങനെ തന്നെയാണ് ഞാൻ ഇതിനകത്തും അതേ രീതി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു വ്യത്യാസം ഉണ്ടാവും. അതൊരിക്കലും ഇപ്പൊ എന്റെ ഒറിജിനൽ ശബ്ദമായിട്ട് തോന്നില്ല. പിന്നെ എന്റെ ഒറിജിനൽ ശബ്ദം എന്ന് പറയുമ്പോൾ ധ്രുവം പടം കണ്ടു, ധ്രുവത്തിനകത്ത് പ്രഭാകരനും ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്, എനിക്കും ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ രണ്ടും ഒരേപോലെ ഒറ്റ സീൻ ഷോട്ടിൽ തന്നെ കോമ്പിനേഷൻ വരുന്നുമുണ്ട്. ഞങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് ഡയലോഗ്. അപ്പൊ അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള സാധനം. അവിടെ ഇത് വരില്ല. അതാണ് ഈ മൈക്ക് മറ്റൊരു ബോഡിയിലേക്കുള്ള അല്ല, അതിനകത്ത് അതുണ്ട്, അതില്ലെന്ന് പറയുന്നില്ല. അതിനേക്കാൾ ഉപരി മൈക്ക് എന്ന് പറയുന്നതാണ് ഡബിങ്ങിന്റെ പ്രധാന ഒരു ടൂളല്ല. അത് മൈക്കിൽ കൂടെ അല്ലേ ഇത് വരുന്നത്. ടൂളുണ്ട്, ടൂള മൈക്ക് പിടിക്കുന്ന ക്യാമറയാണെന്ന് പറയുന്ന പോലെ മൈക്ക് തന്നെയാണ് ഇതിന്റെ പ്രധാന ഘടകം. പക്ഷെ ഈ മൈക്കിനോട് നമ്മൾ സമീപിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ നമ്മുടെ ചെവി എന്ന് പറയുന്നത് നമ്മുടെ മൈക്ക് പോലെയാണല്ലോ നമ്മുടെ ചെവി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ചെവി വെച്ചിട്ട്. ഈ ചെവിയുടെ ഉള്ളിലെ ഡയഫ്രത്തിൽ ഇത് വരുന്നതുകൊണ്ടാണല്ലോ ഈ സൗണ്ട് വേവ്സ് വന്ന് ചെയ്യുമ്പോഴാണല്ലോ നമുക്കത് കേട്ടുന്നത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഈ മൈക്കിന് കൊണ്ടല്ലോ ഒരു ഡയഫ്രം. ഈ ഡയഫ്രത്തിനോട് നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ പെരുമാറുന്നു അതിനനുസരിച്ച് ആ ശബ്ദത്തിന്റെ ഇതുണ്ട്. കാര്യം നമ്മളൊരു ഇച്ചിരി ലൗഡറായിട്ട് ഇച്ചിരി സംസാരിച്ചാൽ ഉടനെ തന്നെ എഞ്ചിനീയർ എന്ത് ചെയ്യും? അതിന്റെ ഈ നോബില്ലേ അതവൻ കുറയ്ക്കും. കാര്യം അവൻ അവിടെ ഇത് ചെയ്യാൻ പാടില്ല, റെഡിലേക്ക് ഇത് കയറാൻ പാടില്ല. മനസ്സിലായില്ലേ? അത് കേറ്റാതിരിക്കുക എന്നുള്ളതാണ് എന്റെ കഴിവ്. അല്ലെങ്കിൽ ഇവനെ കൊണ്ട് ഇത് തൊടിയിക്കാതിരിക്കുക എന്നുള്ളതാണ് എന്റെ കഴിവ്. മനസ്സിലായില്ലേ? ഇപ്പൊ യേശുദാസ് പാട്ട് പാടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് അദ്ദേഹത്തിന്റെ ഞാനത് പഠിച്ചത് എവിടെ നിന്ന്? യേശുദാസിന്റെ പണ്ടത്തെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ദാസ് സാർ അത് പറഞ്ഞതെന്ന് പറയുന്നത്, ഇപ്പൊ നമ്മള് അദ്ദേഹത്തിന്റെ മൈക്ക് ഉപയോഗിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അറിയാം. നമ്മളിങ്ങനെ പാട്ട് പാടുമ്പോ ബേസ് ഇങ്ങനെ മൈക്ക് ഇങ്ങനെ പോകും. ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് ഈ മൈക്കിനുള്ള.
കാര്യം ഇത്തിരി ത്രോ അല്ലെങ്കിൽ ഇച്ചിരി ഷൗട്ട് ചെയ്ത് അങ്ങനെ ഇതായിട്ട് ലൗഡറായിട്ട് പറയുന്ന പോർഷൻ വരുമ്പോഴത്തേക്ക് അറിയാതെ പുള്ളിയുടെ മൈക്ക് ഇങ്ങനെ പോകും. അത് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു പൊരുത്തുണ്ടാക്കി ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്. മൈക്ക് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള കഴിവ്, നമ്മുടെ ചെവിക്കുള്ള കഴിവ് മൈക്കിനില്ല. ശരിക്കും അങ്ങനെ ഒരു കഴിവുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പൊ അതിലൂടെ ഒരു വണ്ടി പോകുന്ന ശബ്ദം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കേൾക്കില്ല. അതിനെ ഫിൽട്ടർ ചെയ്യാനുള്ള കഴിവ് ചെവിക്കുണ്ട്, പക്ഷെ മൈക്കിനതില്ല. അപ്പൊ മൈക്കിന് നമ്മൾ അതിനനുസരിച്ച് മൈക്കിനോട് പെരുമാറണം. ആ പെരുമാറ്റത്തിനാണ് അതിന്റെ ആകത്തുക ഇരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വരും. ഉദാഹരണം പറഞ്ഞ ദാസേട്ടൻ എന്ന് പറഞ്ഞ കാര്യം അതെല്ലാവർക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാര്യം നമ്മൾ മൈക്ക് ഇത്ര അടുത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഷൗട്ട് ചെയ്യാൻ പറ്റില്ല. ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അവൻ ഉടനെ തന്നെ എഞ്ചിനീയർ ഉടനെ തന്നെ കുറയ്ക്കുമ്പോൾ നമ്മുടെ വോയിസിന്റെ ബോഡി അതാണ് ഭാഗം, ആ വോയിസിന്റെ ബോഡി കുറയും. അപ്പൊ അതിനെന്ത് ചെയ്യണം, അപ്പൊ നമ്മളിപ്പോ വളരെ ദൂരെ നിൽക്കുന്ന ഒരാളോട് ഹലോ നമ്മളിങ്ങനെ വിളിക്കുമ്പോ, ഇപ്പൊ ഞാൻ അത്രയും ദൂരെ നിൽക്കുകയാണ്, ഷമ്മി ചേട്ടാ എന്നൊന്ന് വിളിച്ചേ, ഒന്ന് ഉറക്കൊന്ന് വിളിച്ചേ, ഷമ്മി ചേട്ടാ. ഇത് ഇപ്പൊ ഇത്ര അടുത്തിരിക്കുന്നത് എന്നോടാ പറയുന്നത്. ഞാൻ അവിടെ ഒരു 100 മീറ്റർ അപ്പുറത്തായിരിക്കുന്നത്, അവിടെ നിന്ന് വിളിച്ചേ, കുറെ കൂടി ഉറക്കെ വിളിക്കും അല്ലേ? എങ്ങനെ വിളിക്കണം, ഞാൻ അവിടെ കേൾക്കണം എനിക്ക്. ഷമ്മി ചേട്ടാ അതിപ്പോ ഇപ്പൊ ഈ വിളിക്കുന്ന പോലെ എനിക്ക് തോന്നിയുള്ളൂ. അതിലും ഉറക്കെ വിളിക്കണമല്ലോ, ഷമ്മി ചേട്ടാ, അതല്ലേ കറക്റ്റ്. ഒരു അക്കരെ, നമ്മളൊരു അക്കരെയുള്ള ഒരാൾ വിളിക്കണം, ആ ഒരു ത്രോ വരണം ഇല്ലേ? ഇപ്പൊ ഇവിടെ ഇരിക്കാൻ പാട് ഷമ്മി ചേട്ടാ എന്ന് വിളിച്ചാൽ മതി. പക്ഷെ ഈ രണ്ടിന്റെയും വേരിയേഷൻ അല്ലെങ്കിൽ ലെവല്, നമ്മളെ വോയിസ് ലെവൽ, ഓഡിയൻ ലെവൽ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഷമിച്ചേട്ടാ എന്ന് വിളിക്കുമ്പോ ഇതിന്റെ ആ മീറ്റർ ഓറി അങ്ങ് റെഡിലേക്ക് പോകും. അതേസമയം ഷമിച്ചേട്ടാ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ അവിടെ പച്ചയെ തന്നെ നിൽക്കും. ഈ പച്ചയ്ക്ക് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ വോയിസ് ഡിസ്റ്റോർട്ടഡ് ആവും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് അവൻ അവിടെ താഴ്ത്തുന്നത്. അപ്പൊ അതിന്റെ ബോഡി കുറയും. അപ്പൊ അതിനെന്ത് ചെയ്യണം, ഷമിച്ചേട്ടാ ഞാനിപ്പോ ഇവിടെ ഒരു പിടുത്തം പിടിച്ചിട്ടുണ്ട്, അതേ ലെവലിൽ തന്നെ ഞാൻ വിളിച്ചത്, ഹലോ, ആ കണ്ട ദാറ്റ് ഈസ് വോയിസ് കൺട്രോൾ. അതായത് ശരിക്കും നമ്മുടെ ആക്ച്വൽ വിളിയല്ല. അതിപ്പോ ഞാനിപ്പോ ഈ പറഞ്ഞില്ലേ, നിങ്ങൾ അതിന്റെ മീറ്റർ നോക്കിക്കോ, ഷമിച്ചേട്ടാ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് മയക്ക, രണ്ടും ഒരേ ശ്രുതി, ഒരേ നോട്ട് എല്ലാം തന്നെയാണ്. പക്ഷെ മൈക്ക് ആകുമ്പോ അത് ആ ത്രോ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. മനസ്സിലായില്ലേ? നമ്മൾ ചിലപ്പോൾ കേൾക്കോ ഇല്ലയോ എന്നുള്ള വേറെ വിഷയം. കാര്യം മൈക്കിൽ കൂടി നമ്മൾ ഡബ് ചെയ്യല്ലേ ചെയ്യുന്നത്, നമ്മൾ ഓഡിയൻസിൽ അത് കേൾക്കുന്നുണ്ടല്ലോ, ഓഡിയൻസ് അത് ഫീൽ ചെയ്യിച്ചാൽ മതി. സ്ഥലജല വിഭ്രാന്തി സൃഷ്ടിക്കുകയല്ലേ ചെയ്യുന്നത് അല്ലേ? അത് സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ആ കൺട്രോളാണ് ഒരു ഡബിങ്ങിൽ എൻ്റെ ഒരു എന്താണ് നമ്മൾ പറയാവുന്ന ഒരു എൻ്റെ നമ്മൾ പറയത്തില്ല, നമ്മുടെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ എൻ്റെ ഒരു നമ്മളുടെ ഒരു മെത്തേഡല്ല. ഞാൻ ഈ ഒരു ശൈലിയാണ്. ഇത് ആർക്കും ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ ആകാമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എല്ലാവർക്കും അത് ചെയ്യട്ടെ, എന്നാലാണ് എല്ലാം നന്നാകണം. അതാണ് ഇതിനകത്ത് രഹസ്യ കാര്യങ്ങളൊന്നും വെക്കണ്ട, എനിക്ക് കാര്യമൊന്നുമില്ല. ഇത് ചെയ്യ, അങ്ങനെയാണ് നിങ്ങൾ നന്നാകും, ഞാനും നന്നാകും, എല്ലാവർക്കും നന്നാകാൻ പറ്റും. അതല്ലേ അതാണ് അതിന്റെ ഒരു രീതി. ഇപ്പൊ ഈ ഭാസ്കരൻ മാഷിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പൊ തുടക്കത്തിൽ നമ്മൾ കാണുന്ന ഭയങ്കര ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ, അല്ലെങ്കിൽ ഒരു അധികാരത്തിന്റെ ചിഹ്നമൊക്കെ ആയിട്ട് എല്ലാവരെയും നിയന്ത്രിച്ച് നിർത്തുന്ന ഒരാളുടെ പിന്നെയുള്ളൊരു താഴ്ച കാണുന്നു. അപ്പോൾ ഒരു ഹോസ്പിറ്റലിലൊക്കെ കിടക്കുന്ന, ഹോസ്പിറ്റലിൽ കടന്നിട്ട് തോൽപ്പിച്ച് കളഞ്ഞല്ലോ എന്നൊക്കെ പിന്നെ ഇദ്ദേഹത്തോട്, മോഹനോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന ഒരു ഡബ് ചെയ്യുന്ന ഘട്ടത്തിൽ വേറൊരു ആക്ടറാണ് ചെയ്യുന്നതെങ്കിൽ, ഇതിപ്പം വേറൊരു ആക്ടർക്കാണ് ഷമ്മി ചേട്ടൻ ത്രൂ ഔട്ട് ഈ ക്യാരക്ടർ, മറ്റൊരാളാണെങ്കിലും ഇതേ എഫേർട്ട് ആണോ? എഫേർട്ട് എന്ന് പറയുമ്പോ ഒരു പരിധി വരെ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മറ്റേത് എനിക്ക് സ്വന്തം ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ കൂടുതൽ ഇത് ചെയ്യുന്നത്. മറ്റേതെന്ന് പറയുമ്പോ അവര് ഓൾറെഡി ഒരു ശൈലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാല്, പക്ഷെ റിസ്ക് ആണത്. കാര്യം ഈ പറയുന്ന എന്താണ്, ദേവാസുര എന്നെ ഡബ് ചെയ്യാൻ വിളിക്കുമ്പോൾ അതില് ഒന്നാമത് ഒന്നും വേണ്ട, അതിനേക്കാൾ ഏറ്റവും എളുപ്പം ഓഡിയൻ, ഏറ്റവും ലേറ്റസ്റ്റ് ഓഡിയനിൽ പ്രകാശ് രാജിന്റെ ശബ്ദം എന്ന് പറയുന്നത് കേരളത്തിലെ ആ സമയത്ത് ഓഡിയൻ ചെയ്യുമ്പോൾ, ഞാൻ അതിനു മുമ്പ് അന്ന് പ്രകാശ് രാജ് അത്രയും കേരളത്തിൽ ഫെമിലിയർ അല്ല. പക്ഷെ ഈ ഓഡിയൻ ചെയ്യുന്ന സമയത്ത് പ്രകാശ് രാജ് എന്ന് പറയുന്നത്, അയാളുടെ ശബ്ദം ഇവിടെ മിമിക്രിക്കാര് ഒക്കെ നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് ഭയങ്കര എല്ലാ കുട്ടികൾക്ക് വരെ അറിയാവുന്ന ഒരു ശബ്ദമാണ്. അവിടെയാണ് എന്റെ ശബ്ദം ഞാൻ വെച്ചിട്ട് അതിന് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയും ചെയ്ത ശേഷമാണ്. അവിടെ ഇദ്ദേഹത്തിന്റെ ഒരു ശൈലി നമ്മൾ അതുപോലെ രഘുവരന്റെ ഒക്കെ അവർക്കൊക്കെ ഒരു രഘുവരന്റെ സംഭാഷണ രീതിക്കൊക്കെ ഒരു പ്രത്യേക ശൈലിയുണ്ട് അവരുടെ. അതിനേക്കാൾ ഉപരി അയാളുടെ ഈ ശ്വാസോച്ഛ്വാസവും കാര്യങ്ങളും ഒക്കെ അയാൾ നന്നായിട്ട്, ഇപ്പൊ ഉദാഹരണം പറഞ്ഞൊരു ഡയലോഗ്,
ഇങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങളുണ്ട്. ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ഇതൊന്നും അന്തക്കാലത്ത് ഡബ് ചെയ്യുമ്പോഴത്തേക്ക് ആരും ചെയ്യാറില്ല. ശരിയില്ല. ആഹ് ഇങ്ങനെ ഒരു ചിലപ്പോൾ ഒരു എക്സ്പ്രഷൻ കാണും. പുള്ളി ഒന്ന് ഒരു ഡയലോഗ് പറയുമ്പോഴത്തേക്ക് എന്താണെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ചിലപ്പോൾ ആ മൂളൽ ഞാൻ കൊടുക്കും, ആ ശ്വാസം വലി അടക്കം ഞാൻ കൊടുക്കും. ആദ്യമേ അത് ആൾക്കാർക്ക് അത് കിട്ടിയിരുന്നില്ല. വ്യൂഹം എന്ന് പറയുന്ന പടത്തിൽ എനിക്ക് തോന്നുന്നു ആ പടമാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു ശൈലി മാറാനായിട്ട് കാരണം. ഇപ്പൊ കസേരയിൽ നിന്ന് എഴുക്കുമ്പോൾ എന്താണ് ഇത് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വരുന്നത് അതിന് ശേഷമേ ഉള്ളൂ. അതിന് മുമ്പൊന്നും ആരും അങ്ങനെ ചെയ്തിരുന്നില്ല. ഡീറ്റെയിലിംഗ് ഉണ്ട്. ഡീറ്റെയിലിംഗ് ആ ഡീറ്റെയിൽ ഇപ്പൊ നമ്മളൊരു അതുപോലെ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ലെങ്തി ഡയലോഗ് ആയിരിക്കും. ആ ഡയലോഗിന്റെ നമ്മൾ ഇടയ്ക്ക് പഞ്ച് ചെയ്തെടുക്കും. ഇപ്പൊ ഒരു ലെങ്തി ഡയലോഗ് ആണെങ്കിൽ നമ്മൾ കാണാതെ പഠിച്ചു വരുമ്പോൾ തെറ്റും. അപ്പൊ അത് ഫസ്റ്റ് ഡയലോഗ് വരെ ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഡയലോഗ് മുതൽ എടുക്കാൻ ചേട്ടാന്ന് പറയും. അപ്പൊ അവിടുന്ന് രണ്ടാമത്തെ ഞാൻ എൻ്റെ അടുത്ത് പറയും ആ രണ്ടാമത്തെ ഡയലോഗ് മാത്രം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യത്തെ ഡയലോഗ് പോലെ പറഞ്ഞു വരും. എന്നിട്ട് അവിടുന്ന് നിങ്ങൾ ഇടയ്ക്കൊന്നും എടുക്കണം. അപ്പൊ അതിനിടയ്ക്ക് ചിലപ്പോൾ ഒരു ശ്വാസം വലി ഉണ്ടാവും. ആ ശ്വാസം വലി പോകരുത്. നാച്ചുറലി അല്ലേ അത് ശ്വാസം വലി, അപ്പോഴല്ലേ അത് നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുന്നത്. ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്റെ ഈ ഇതെല്ലാം പോകൂല. അത് അറിയാതെ നമ്മൾ ഇപ്പൊ പാട്ട് പാടുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, പാട്ട് പാടുന്നവർ ഇങ്ങനെ കുറെ ഒരു വരി പാടി കഴിഞ്ഞാൽ ഇങ്ങനെ പാടുമല്ലോ, ആ സാധനം വരണ്ടേ, എന്നാലല്ലേ അത് നാച്ചുറലായിട്ട് ഓർഗാനിക് ആയിട്ട് തോന്നുന്നു, ഒറിജിനൽ. അതെ, അപ്പോഴാണ് അത് അതിന് ലൈഫ് വരിക എന്ന് പറയുന്നത്. അല്ലാതെ ശ്വാസം വലിക്കാതെ ഏതെങ്കിലും ഒരു മനുഷ്യന് പറയാൻ പറ്റുമോ, സംസാരിക്കാൻ പറ്റുമോ? ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ. ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നു, ഇപ്പം ഒരു ക്യാരക്ടറിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു ഒരു പെർഫെക്ഷൻ ഉണ്ടാക്കുന്ന പലപ്പോഴും ആളുകൾ കയ്യിൽ നിന്ന് വഴുതി പോവാന്ന് പറയുമ്പോൾ, ഇപ്പം ഷമ്മിച്ചേട്ടൻ്റെ കാര്യം ഇപ്പം ഞാനിപ്പം ഊക്കൻ ടിൻഡു എന്ന് പറയുന്ന ക്യാരക്ടർ നോക്കുമ്പോഴും, അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ നമ്മുടെ ഇതിലെ കസ്തൂരിമാനിലെ ക്യാരക്ടർ നോക്കുമ്പോഴും, അതിപ്പം ഹ്യൂമർ ആണെങ്കിലും അല്ലെങ്കിൽ ഭയങ്കര ക്യാരക്ടർ റോളായിരിക്കാം, അല്ലെങ്കിൽ പുറമേക്ക് ഹ്യൂമർ എന്ന് തോന്നുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ, ഇപ്പം ടിൻഡു പോലെ അയാളുടെ ജീവിതത്തിൽ വളരെ സീരിയസ് ആണ്. കാഴ്ചയിലാണ് നമുക്കത് തമാശയായി തോന്നുന്നത്. അല്ലെങ്കിൽ ഫെലിക്സ് ആണെങ്കിലും കാഴ്ചയിലാണ് നമുക്ക് ചിരി വരുന്നത്. അയാളുടെ ജീവിതത്തിൽ എന്താണോ അതേപടി പെരുമാറുകയാണ്. അപ്പം അത്തരം കഥാപാത്രങ്ങൾ വരുന്ന സമയത്ത് ഈ പറയുന്ന ഇതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആണല്ലോ, പലതരം ക്യാരക്ടർ വരുമ്പോൾ അതൊരു കയ്യൊതുക്കം അല്ലെങ്കിൽ കയ്യടക്കം ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ള സാധനം, അതൊരു അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണ് ആ ക്യാരക്ടറിനെ അവതരിപ്പിക്കുമ്പോൾ ഒരു സമീപനമായി അണ്ടർസ്റ്റാൻഡിങ് അതെങ്ങനെ എടുക്കുന്നതാ? അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഊക്കൻ ടിൻഡു തന്നെ പറയാം. ഊക്കൻ ടിൻഡു എന്ന് പറയുന്ന ക്യാരക്ടർ എന്നെ വിളിക്കുമ്പോൾ ഞാനത് ചെയ്യാനായിട്ട് എനിക്ക് ഒരു താല്പര്യം ഇല്ലാതിരുന്നൊരു ക്യാരക്ടറാണ്. അത് കേൾക്കുക അതൊരു രസകരമായ ഒരു വിഷയം, ഞാനത് പറയാം. കാര്യം എന്നെ അൽഫോൻസ് പുത്രൻ ആ സമയത്ത് തുടക്കക്കാരാണ്, ആരും അറിയില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ, അങ്ങനെയാണ്. അങ്ങനെ ഒരു എന്താ ഒരു ടെലിഫിലിമോ മറ്റോ ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ല, അല്ലാണ്ട് അൽഫോൻസിനെ ആരും അറിയില്ല, എനിക്കും അറിയില്ല. അപ്പൊ എന്നെ വിളിച്ച് എന്നെ എന്റെ നമ്പറൊക്കെ എടുത്ത് ഇവിടുന്നോ എടുത്തിട്ട് എന്നെ വിളിച്ചിട്ട് അവൻ എന്നെ വിളിക്കാൻ ചെറിയൊരു പേടിയുണ്ടായിരുന്നു ആ ഒരു രീതിയിൽ സംസാരിക്കാനായിട്ട്. അങ്ങനെ ശ്രമിച്ചിട്ട് വളരെ ഒരിച്ചിരി പേടിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ അവനെ കുറച്ചൊന്ന് ഇതൊക്കെ ആക്കിയിട്ട് ചോദിച്ചാൽ എന്താ വിളിച്ചതെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേ പറഞ്ഞു, ചേട്ടാ ഞാനൊരു പടം ചെയ്യുകയാണ്, അത് ഇന്ന പോലെയാണ്, നേരം എന്നാണ് ആ പടത്തിന്റെ പേര്, അതിങ്ങനെ നിവിനാണ്, മറ്റേതാണ്, മറിച്ചാണ്, ഇവരെയൊക്കെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ചേട്ടൻ അതിനകത്തൊരു ചെറിയൊരു പോലീസ് വേഷമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു പ്രത്യേക തരം ക്യാരക്ടറാണ്. അവർ നിന്റെ കള്ളന്റെ വേഷമൊന്നുമില്ലേ, ഞാൻ അടുത്ത വഴിക്ക് ചോദിച്ചതാണ്. അപ്പോൾ പറഞ്ഞ അല്ലേട്ടാ അത് പോലീസാണ്, ഇത് ചേട്ടൻ തന്നെ ചെയ്യണം. പിന്നെ എന്താ വേഷം? അതൊരു SI പിന്നെ എനിക്ക് 48 വയസ്സായിരുന്നു, നീ വല്ല എന്താണ് കൊച്ചു പിള്ളേരെ അങ്ങനെ വിളിച്ച് ചെയ്യിക്കുക, ഞാനൊന്നുമില്ല. കാര്യം ഞാൻ ആ സമയത്ത് ഷഷ്ടിപൂർത്തി കഴിഞ്ഞു പോലീസ് വേഷത്തിൽ, 60 വേഷത്തിന് മേലെ ഞാൻ ചെയ്ത് കഴിഞ്ഞിരിക്കും. അപ്പൊ ഇനി പോലീസ് വേഷം തന്നെ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, നല്ല വേഷങ്ങളുണ്ട്. അതായത് ചോദിച്ചാൽ കള്ളന്റെ വേഷമൊന്നും അല്ല. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ ആ ക്യാരക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ അപ്പോഴും ഇവൻ ഇങ്ങനെ ഈ കരയുന്ന അവസ്ഥയിലേക്ക് ചേട്ടോ പ്ലീസ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം, എങ്ങനെ ഇവന് ഒഴിവാക്കാനായിട്ട് എന്ത് പറയാൻ പറ്റും, പൈസ കൂട്ടി പറഞ്ഞു നോക്കാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ച് എങ്ങനെ ഇത് ഒഴിവാക്കാം. എനിക്ക് നോന്ന് പറയാനായിട്ടൊരു മടി, ഈ ചെറുപ്പക്കാരൻ്റെ ഒരു എന്താണ് അവൻ്റെ ഒരു എന്താണ് അത്യാഗ്രഹത്തോടു കൂടിയുള്ള നമ്മളെ ഒരു സംസാരമൊക്കെ കേൾക്കും, വളരെ പ്ലീസ് ചെയ്ത് എന്നെ അങ്ങ് ഇംപ്രസ് ചെയ്ത് ഇങ്ങനെ പൊക്കി അങ്ങനെയൊക്കെ കാല് പിടിക്കുന്ന ഒരവസ്ഥയിലൊക്കെ ആയി. അങ്ങനെ ഞാൻ എങ്ങനെ എന്നാ നീ പറ എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവന് പറയുകയാണ്. അപ്പോൾ അന്നേരം ഇവൻ കഥ ഇങ്ങനെ ഫോണിൽ കൂടെ ഈ പറഞ്ഞ പോലെ ഫോണിൽ കൂടെ തന്നെ നറേറ്റ് ചെയ്യുകയാണ്. അപ്പം ഞാനിത് ഇവൻ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിൽ ഡബ് ചെയ്യുകയാണ് ഇത് എങ്ങനെ ഇതിന്റെ കാര്യം. അപ്പോൾ ഈ പോലീസ് വേഷം എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടും കൂടെയാണ് അത്, ഇഷ്ടമല്ലാത്തതല്ല, വെറൈറ്റി ഇല്ല എന്നുള്ളത് കാര്യം. അപ്പൊ അത് ഇങ്ങനെ പറയും, ചേട്ടന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു പോലീസ് ക്യാരക്ടറാണ്. ആദ്യം വന്നതും അത് തന്നെയാണല്ലോ, ഇത് ഞാൻ ഡബ് ചെയ്യാണ്. അത് ചേട്ടൻ ചെന്നൈയിലെ ഒരു പോലീസ് ഓഫീസറാണ്, തമിഴ്നാട്ടിലെ എന്ന് പറയും.
ആ തിരുവനന്തപുരത്തെ ഇതിലാണല്ലോ ഞാൻ വന്നത്. ഉം. രാമപുരത്തെ SI ആയിട്ടാണ് ഞാൻ വന്നത്. ചെങ്കോലാണ് എൻ്റെ മനസ്സിൽ. അതെ. അപ്പോൾ ചേട്ടൻ്റെ പോലീസ് സ്റ്റേഷനിലേക്ക് നായികയുടെ അച്ഛൻ ലാലു അലക്സ് വരികയാണ്. അതിനകത്ത് നായകന്റെ അച്ഛൻ എൻ്റെ അച്ഛൻ തന്നെയാണ് വന്നേക്കുന്നത്. അതിനേക്കാളൊന്നുമല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഞാൻ മനസ്സിലിങ്ങനെ ഡബ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നായികയെ മിസ്സിംഗ് ആണ്. അത് ഈ നായകനാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിനെ കുറിച്ച് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ ഞാൻ അതിനകത്ത് മോഹൻലാലാണല്ലോ അതിനകത്ത് പ്രശ്നം, അതിനെക്കുറിച്ച് പറയാനായിട്ടാണ് അച്ഛൻ വന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് വന്നു ചേട്ടൻ്റെ ക്യാരക്ടറിന്റെ പേര് ഊക്കൻ ടിൻഡു എന്നാണ്. നമ്മൾ എന്തോന്ന് അതുവരെ ഇരുന്ന് ഞാൻ എന്തോന്ന് ഒരു പുച്ഛത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഊക്കൻ ടിൻഡു ഞാനപ്പോ വിചാരിച്ച ഒരു ചളം സിനിമയാണെന്നുള്ള രീതിയിലാണ് ഞാൻ ഉൾക്കൊള്ളുന്നത്. എന്തോന്ന് ഊക്കൻ ടിൻഡു. ഞാൻ ആ ചോദിക്കാൻ കാരണം ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞ ഷഷ്ടിപൂർത്തി അന്നേരത്തേക്കുള്ള എന്റെ വേഷത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ മിന്നൽ രാമു, അങ്ങനെ അല്ലെങ്കിൽ അരകല്ല്, ആട്ടുകല്ല്, ഇങ്ങനത്തെ പേരുകളുള്ള ക്യാരക്ടേഴ്സാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. വളരെ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള അങ്ങനത്തെ ക്യാരക്ടർ. അവിടെ യൂക്കറ്റിന്റെ ഒരുമാതിരി വൃത്തികെട്ട പേര്. ഞാൻ പറഞ്ഞ പൊന്നു പറഞ്ഞ നീ വേറെ ആരെങ്കിലും വിളി. ഞാൻ അന്ന് സുരാജ് വഞ്ഞാറമ്മൂട് ഹീറോ ആയിട്ടൊന്നും അഭിനയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ ആ ഒരു സുരാജിനെ എങ്ങാനും വിളിച്ചു, അവൻ അടിപൊളിയായിട്ട് ചെയ്തു തരും. ഇത് എനിക്ക് ഈ കോമഡി ഒന്നും വഴങ്ങത്തില്ല, നീ അത് അവനെ കൊണ്ട് ചെയ്യും. അവനത് നല്ല രസമായിട്ട് ചെയ്യും, അത് ക്ലിക്കാകും, അവനത് കറക്റ്റാണ്, അവൻ ആ പേര് നന്നായിട്ട് അത് അന്നേരം മറ്റേ പേരൊക്കെ ഹിറ്റായി നിൽക്കുന്ന ദശപൂലം താമോ. അതെ, ആ ക്യാരക്ടറൊക്കെ ഭയങ്കര എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതുകൊണ്ട് അവൻ അത് അടിപൊളിയാക്കും, നീ അവനെ വിളിക്കുന്നു. അപ്പോൾ അവന് ശരിയാ ചേട്ടൻ പറഞ്ഞ ശരിയാ, സുരാജിന് ആ പേര് ചേരും, പക്ഷെ ചേട്ടൻ ആ പേര് ചേരില്ല, എനിക്കതാണ് ആവശ്യം. അവിടെ എനിക്ക് കത്തി. കാര്യം അതാണ് കോമഡി എന്ന് പറയുന്നത്. അപ്പോ ആ ക്യാരക്ടർ അത് കോമഡി അത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ 100% അത് അൽഫോൺസ് പുത്രന്റെ ആ ഒരു ചിന്തയാണ്. അതേസമയം അവൻ ആ സുരാജ് വഞ്ഞാറ മുന്നിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ക്യാരക്ടർ ചിലപ്പോൾ ഇങ്ങനെ ആകില്ലായിരുന്നു. അത് ശരിയായിരിക്കും, നല്ല ക്യാരക്ടർ ആയിരിക്കും, പക്ഷെ ഈ ഒരു തലത്തിലേക്ക് എനിക്ക് അതിനെ ബെസ്റ്റ് കൊമേഡിയൻ എന്നുള്ള വനിതാ അവാർഡ് എനിക്ക് കിട്ടിയത്. ഞാൻ എന്ത് കോമഡി ചെയ്തിട്ടില്ല, ഒരു കോമഡി ഞാൻ ചെയ്തിട്ടില്ല. വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ചില ഡയലോഗുകൾ ഒടുവിൽ നിന്റെ എന്താണ് ഷഡ്ജത്തെ തുടങ്ങി മധ്യമത്തിലെത്തി പഞ്ചമടിച്ചുകളൊക്കെ ഞാൻ എഴുതിയ ഡയലോഗ് കേട്ടോ. അത് അങ്ങനെ ആയിരുന്നില്ല, പിന്നെ അതെന്റെ ഡയലോഗ്. അല്ലെ ശാസ്ത്രീയ സംഗീതം അറിയാവുന്ന ഒരു ക്യാരക്ടർ. അതിനകത്ത് ഇവൻ പറഞ്ഞേക്ക് നിന്റെ മധ്യമം അടിക്കാൻ തകർക്കും എന്നൊരു ഡയലോഗ് മാത്രം എഴുതി. അപ്പൊ ഞാൻ പറഞ്ഞ അൽഫോൻസെ നമുക്കത് ഇങ്ങനെ ഒന്ന് ആക്കിയാലോ, അതായത് നിന്റെ ഷഡ്ജത്തിൽ തുടങ്ങി മധ്യമത്തിലെത്തി പഞ്ചമോടിച്ച് കലക്കിയാലുണ്ടോ നീ വെറും ചെഞ്ചുരുട്ടിയായി പോകും. ചെഞ്ചുരുട്ടി എന്ന് പറഞ്ഞാൽ രാഗമുണ്ട്, ശാസ്ത്രീയ സംഗീതത്തിലൊരു രാഗമാണ് ചെഞ്ചുരുട്ടി. നീ വെറും ചെഞ്ചുരുട്ടിയായി പോകും. ആ ചെഞ്ചുരുട്ടിക്കകത്തൊരു ചുരുട്ടി കൂട്ടിക്കളയും എന്ന് പറയുന്ന ഒരു സംഭവം അതിനകത്ത് വന്ന്. ചെഞ്ചുരുട്ടി രാഗം വേറെ കളറാണ്, പക്ഷെ അതിനെ ആ രീതിയിലേക്ക് അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. അത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുന്നത്. ഡാഷ് മോനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തെരുവുന്ന ആ മാതിരി തന്നെയാണ് വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനകത്തൊരു കോമഡി തോന്നുക എന്ന് പറയുന്നത് അത് ഡയറക്ടറുടെ കഴിവാണെന്നാണ് ഞാൻ പറഞ്ഞു. എന്നെ പോലൊരു നടനെ കൊണ്ടുവന്ന് ആ രീതിയിൽ എൻ്റെ കളറിൽ അതിനെന്നെ കൊണ്ട് ജയിച്ച് അതിനകത്ത് കോമഡി ഉണ്ടാക്കാനായിട്ട് പറ്റുക എന്നുള്ളത് കൈയടിക്കേണ്ടത്. അത് അവനാണ് കൈയടി കൊടുക്കുന്നത്. എനിക്ക് അവാർഡ് കിട്ടിയപ്പോഴും ഞാനത് ആദ്യമേ അവിടുന്ന് ഓഡിയൻസിൽ നിന്ന് ഞാൻ അവനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു നീയാണ് ഇതിന്റെ കാരണക്കാരൻ. ഞാൻ പബ്ലിക്കായിട്ട് പറയുകയും ചെയ്തു. ഇവിടെ എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ. എപ്പോഴും ഇപ്പം ഷമീത്തലങ്ങനെ മലയാള സിനിമ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് എല്ലാ കാലത്തും ചോദ്യമാണ്. വെച്ചാൽ അങ്ങനെ വേഴ്സറ്റൈൽ ആവുക എന്നുള്ളതും അതിലൊരു ഇംപെർഫെക്ഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഇത് പാളിയല്ലോ എന്ന് തോന്നുന്ന വിധത്തിലുള്ള ക്യാരക്ടർ നമ്മൾ കണ്ടിട്ടേ ഇല്ല. അത് ഏത് തരം റോളാണെങ്കിലും ഒരു മിന്നായം പോലെ വന്ന റോളാണെങ്കിലും അവിടെ ഒരു പെർഫെക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളൊരു മറ്റൊരാളെ മാറ്റി ചിന്തിക്കാത്ത വിധത്തിലുള്ള ഒരു പെർഫെക്ഷൻ വ്യക്തിപരമായിട്ടും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കാരണം അതിലെവിടെയെങ്കിലും ഇപ്പോൾ ഞാൻ വേണ്ട വിധത്തിൽ അങ്ങനെ ഒരു സെൽഫ് പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടോ, എൻ്റെ ഒരു ഉൾവലിവുകാരനായിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും റീസൺ ആയിട്ടുണ്ടോ എന്നുള്ളത് എന്തെങ്കിലും അങ്ങനെ ഇപ്പൊ അങ്ങ് പറഞ്ഞ ഒരു പോയിന്റ് ചിലപ്പോൾ ശരി. ഞാനൊരു സെൽഫ് പ്രൊമോഷൻ ചെയ്യാറില്ല. എനിക്ക് അങ്ങനെ അതറിയില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. നമ്മള് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു വലിയ കലയാണ്. അതിൽ ഞാൻ ഇച്ചിരി സിനിമയുടെ കാര്യത്തിൽ അത് വലിയ കലയാണ്. അതെ, ഞാനതിൽ വീക്കാണ്. അതെന്റെ എന്താണ് എൻ്റെ മോൻ പോലെ എന്നെ ചിലപ്പോൾ ചീത്ത പറയുന്ന അവസ്ഥയാണ്. അച്ഛൻ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കറിയില്ല, അതെന്തോ എൻ്റെ കഴിവുകേടാണ്, ഞാൻ സമ്മതിക്കുന്നു. അതിന്റെ കൂടെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഞാൻ ചിന്തിക്കാറില്ല. കാര്യം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അന്തം ഉണ്ടാവില്ല. അപ്പൊ അതിന് ചിന്തിക്കാതിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാരണം മറ്റൊരാൾക്ക് ഒരു ദോഷം ഉണ്ടാകരുത്, അല്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ എന്താണ് കഞ്ഞിക്കലത്തിൽ
ഇത് വാരി ഇടരുത്, മണ്ണ് വാരി ഇടരുത്, എൻ്റെ കുഴപ്പം കൊണ്ട് അതുണ്ടാകരുത് എന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. അതങ്ങനെ തന്നെ ഇനിയും പോകും. എൻ്റെ വാരി കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലുണ്ട്. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ കഞ്ഞി മാത്രമല്ല, ഞാൻ പലതും കഴിക്കാറുള്ളതുകൊണ്ട് എനിക്കത് കുഴപ്പമില്ല. കഞ്ഞി ആയാലും മതി, ഇല്ലെങ്കിൽ മറ്റേ എന്താണ് ഫ്രൈഡ് റൈസ് ഞാൻ കഴിക്കും എന്നുള്ളതാണ്. ഈ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, ഇപ്പം ഈ പറഞ്ഞോട് പറയാണ്, ഇപ്പം തിലകൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരാള് മലയാളത്തിൽ ഏത് കാലത്തും എപ്പോഴെങ്കിലും കണക്ട് ചെയ്ത് വരുന്ന, അല്ലെങ്കിൽ അഭിനയിച്ച സിനിമയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ലെജൻഡറി എന്ന് പറയാവുന്ന ഒരു ആക്ടറാണ്. മകൻ എന്ന നിലയ്ക്ക് നേരെ നാടകത്തിന്റെ ഒരു പി ജാനൻ സാറിൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. നാടകത്തിലേക്കാണ് ആദ്യം നയിക്കുന്നത്, പിന്നെയാണ് എൻ്റെ സിനിമയിലേക്ക് വരുന്നത്. എന്തായാലും അച്ഛൻ എന്നുള്ള നിലയ്ക്കപ്പുറത്ത് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എന്തായിരുന്നു തിലകൻ ചേട്ടനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ടേക്ക് അവേ, അല്ലെങ്കിൽ ഒരു ഉപദേശമായിട്ടെങ്കിലും നിർദ്ദേശമാണെങ്കിലും? അത് അച്ഛൻ ശരിക്കും പറഞ്ഞാൽ അല്പം എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത്, അച്ഛൻ എന്നുള്ള മാറ്റി നിർത്തി സംസാരിച്ചു കഴിഞ്ഞാൽ അച്ഛൻ കലയുടെ കാര്യത്തിൽ വളരെ സ്വാർത്ഥനായ ഒരു വ്യക്തിയാണ്. എന്നെ നാടകത്തിലേക്ക് കൊണ്ടുവന്നതും സിനിമയിലേക്ക് ഞാൻ വരാനായിട്ടുള്ള സാഹചര്യങ്ങളും മനസ്സിലാക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന അച്ഛൻ്റെ പല ഇതിന് കാര്യം ഈ നാടകത്തിൽ എന്നെ കൊണ്ടുപോയത് തന്നെ ടെക്നിക്കൽ സൈഡിൽ. ഞാൻ അച്ഛനെ ഞങ്ങൾ രണ്ടും കൂടെ 10-25 നാടകത്തോളം ഞങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഫസക് നാടകമൊക്കെ സിനിമയായിട്ടുണ്ട്. അത് ഞാനാണ് ശരിക്കും പറഞ്ഞാൽ അതിനെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലെ അഭിനയത്തിലെ നടീനടന്മാർക്ക് കൊടുക്കുന്ന ഡയറക്ഷൻസ് മാത്രമേ അച്ഛൻ കൊടുത്തിട്ടുള്ളൂ. അച്ഛനൊന്നും ഭയങ്കര ബിസി ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ടെക്നിക്കൽ സൈഡ്, മ്യൂസിക് ആയിക്കോട്ടെ, ലൈറ്റിംഗ് ആയിക്കോട്ടെ, അതെല്ലാം ഞാനാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പേരച്ഛൻ്റെയാണ്, അച്ഛനാണ് അതിന്റെ സ്ക്രിപ്റ്റ് എഡിറ്റ് ചെയ്തത്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഫൗണ്ടേഷൻ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത അച്ഛനാണ് തന്നെയാണ്. പക്ഷെ അതുപോലെ തന്നെയാണ് എന്നെ സിനിമയിലേക്ക് വന്നത്. അപ്പൊ അച്ഛന് സിനിമ ഡയറക്റ്റ് ചെയ്യണമെന്നുള്ളത് അച്ഛൻ്റെ ഇതുവരെ നടക്കാത്ത ഒരു ആഗ്രഹം എന്ന് പറയുന്ന അത് മാത്രമായിരുന്നു. സിനിമ ഡയറക്റ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം അച്ഛനുണ്ടായിരുന്നു. സോക്രട്ടീസ് എന്ന് പറയുന്ന ആന്റണിയുടെ ഒരു നാടകമുണ്ട്, അത് സിനിമയാക്കണമെന്നും സോക്രട്ടീസായിട്ട് അച്ഛൻ അഭിനയിക്കണമെന്നും അച്ഛനാണ് നാടകത്തിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ട്. സ്കൂൾ ലെവലിലൊക്കെ എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുള്ളതാണ്. സോക്രട്ടീസായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അത് ഡയറക്റ്റ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം അത് പണ്ട് പോലെ ഉണ്ട്. അതുപോലെ തന്നെ മമ്മൂക്ക വെച്ചിട്ട് പുള്ളി വേറൊരു പടവും അത് മമ്മൂക്ക എടുത്തും പറഞ്ഞാണ്. അച്ഛൻ തന്നെ ഡയറക്റ്റ് ചെയ്ത നമ്മുടെ കന്യകരുത്തങ്കര എന്ന ആക്ടറില്ലേ, അദ്ദേഹം മെയിനായിട്ട് അഭിനയിച്ച പടത്തിന്റെ നാടകത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി. എന്താണ്, മറ്റേ ചാലക്കുടി സാരഥിയുടെ ജോസ് പല്ലിശ്ശേരിയുടെ ട്രൂപ്പാണ്. അവരുടെ നാടകമായിരുന്നു. ആ നാടകത്തില് ഈ ഒരു പുലയൻ തമ്പുരാനാകുന്ന ഒരു കഥയാണത്. അതിന്റെ പേര് ഞാൻ വിട്ടു നാടകത്തിന്റെ. അത് ഞാനും അച്ഛനും കൂടെയാണത് ചെയ്തത്. അച്ഛൻ ഡയറക്ഷൻ, ഞാൻ സഹസംവിധാനം ഷമീ തിലകൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആ നാടകത്തിൽ ഇത് മമ്മൂക്ക എടുത്ത് പറഞ്ഞ മമ്മൂക്ക അത് അയ്യോ ഞാനത് ചെയ്യില്ല, പുള്ളി പേടിയായി പോയത്. കാര്യം അത് നാടകത്തിൽ വളരെ ഹിറ്റായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് സാധാരണ ഈ പല സിനിമകളും നാടകം സിനിമയാക്കിയത് സിനിമ പൊളിഞ്ഞിട്ട് ഒത്തിരി ഉണ്ട്. അതിന് വിരുദ്ധമായിട്ടുള്ള ഏക പടം കാട്ടുകുതിരയാണ്. വേറൊരു പടം അങ്ങനെ ഉണ്ടായിട്ടില്ല. അത് അച്ഛന് നാഷണൽ അവാർഡ് വരെ വന്ന ഒരു പടമാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ അത് നമുക്ക് ഭയങ്കര ഭയം ഉണ്ടായിരുന്നു. നമുക്ക് പറഞ്ഞു ഞാൻ ചെയ്യില്ല, എനിക്ക് പറ്റില്ല എന്ന്. അതുകൊണ്ടാണ് അച്ഛൻ അത് ഡ്രോപ്പ് ചെയ്തത്. ഇല്ലെങ്കിൽ അത് അച്ഛൻ മമ്മൂട്ടിയെ വെച്ച് ചെയ്യണമെന്നുള്ള ഭയങ്കര ആഗ്രഹത്തോടു കൂടി അത് ഡെവലപ്പ് ചെയ്തത്. എനിക്ക് അത് എൻ്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ട് നമുക്ക് സിനിമയിൽ അത് ഇങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ നാടകം ചെയ്യുമ്പോൾ തന്നെ അത് ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു സമയം, ആ ഒരു ആഗ്രഹം. അപ്പം ഞങ്ങൾ നാടകം നല്ല ബിസി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ഇപ്പം അത്യാവശ്യം അച്ഛൻ ഇല്ലെങ്കിലും ഞാൻ മാനേജ് ചെയ്യും എന്നുള്ള ഒരു അവസ്ഥ പോലും ഉണ്ട്. അത് വളരെ സെലക്റ്റീവ് ചില കമ്പനികൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. എല്ലാ വർഷവും അച്ഛൻ ഒരു നാടകം ചെയ്യും. അത് അച്ഛൻ്റെ ബാറ്ററി ചാർജിങ് കൂടെയാണ്. അതായിരുന്നു തിലകന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പുള്ളി എത്ര സിനിമ 40 പടം 45 പടമൊക്കെ ഒരു വർഷം ചെയ്ത വർഷമുണ്ട്. പക്ഷെ അന്നേരം പുള്ളി 30 ദിവസം ഒരു നാടകം ഡയറക്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കും. അതെന്റെ എന്താണ്, ഞാനുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് അത് ചെയ്യുന്നത്. അല്ലെങ്കിൽ പുള്ളിക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം ഈ 30 ദിവസത്തെ റിഹേഴ്സലിൽ പുള്ളി വരുന്നത് ചിലപ്പം മൊത്തത്തിൽ നമ്മൾ വരുന്ന സമയം കണക്ക് കൂട്ടി നോക്കിയാൽ 3 ദിവസമായിരിക്കാം. ഒരു ദിവസം ചിലപ്പോൾ 1 മണിക്കൂറായിരിക്കാം പുള്ളി റിഹേഴ്സൽ ക്യാമ്പിൽ വന്നത്. ആ വരുന്ന ലൊക്കേഷനിലേക്ക് പോകുന്ന വഴിക്കോ അങ്ങനെ ഒന്ന് ഓടി വന്ന് കയറിയിട്ട് മൊത്തം ഇത്ര സീൻ എടുക്കുക, എല്ലാ ആർട്ടിസ്റ്റും ഒന്ന് ഓടി ചെന്ന് കമ്പോസ് ചെയ്യും. ഇത് ഞാൻ അപ്പം തന്നെ നമ്മൾ നൊട്ടേഷൻ, മ്യൂസിക് ഡയറക്ടർ നൊട്ടേഷൻ പറയുമ്പോൾ അസിസ്റ്റന്റ് എഴുതിയെടുക്കില്ലേ, അതുപോലെ ഞാൻ എൻ്റെതായ രീതിയിൽ നൊട്ടേഷൻ എഴുതി വെക്കും. എന്നിട്ട് ഞാനാണ് പഠിപ്പിക്കുന്നവരെ. അങ്ങനെയാണ് ഞാൻ ആ ഒരു വിശ്വാസത്തിലാണ് അച്ഛനത് ചെയ്തത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഈ ടെക്നിക്കൽ സൈഡ്, ഇപ്പൊ ക്യാമറ, ലൈറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഇതിന്റെ എഡിറ്റിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ അത്ര അറിവുള്ള ഒരു വിഷയമല്ല. അപ്പൊ അത് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ അത് പഠിച്ച് എന്നെ അസോസിയേറ്റ് ആക്കി വെച്ചിട്ട്
അച്ഛന് ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. നാടകത്തിലേക്ക് ക്രിയേറ്റീവ് സൈഡ് വന്നു. മാത്രം ആ. അച്ഛനെ നോക്കിയിട്ട് ബാക്കിയുള്ള എൻ്റെ ടെക്നിക്കൽ സൈഡ് മുഴുവൻ എന്നെ ഏൽപ്പിച്ച് പുള്ളി ഉം. അത് ചെയ്യണം എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് ഇരകൾ സിനിമയിലേക്ക് അച്ഛനെ വിളിക്കാനായിട്ട് ജോർജ് സാറ് വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു ചിത്രരചന എനിക്കൊരു ഞാൻ വരയ്ക്കും, എനിക്കൊരു പോർട്രേറ്റ് ഒക്കെ ഓയിൽ പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അന്നേരം 2 പോർട്രേറ്റ്സ് ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന് പി ജെ ആന്റണിയുടെയും ഒന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അച്ഛൻ്റെ വീടിൻ്റെ എറണാകുളത്ത് തിരുവാങ്കുളത്തെ ഞങ്ങളുടെ വീടിൻ്റെ അമ്മ ഇതിലെഴുതി വരച്ചു വെച്ചിട്ടുണ്ട്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. അത് ഇന്ത്യൻ ഇങ്കിൽ വാഷ് ചെയ്ത് പ്രത്യേക അത് ആർട്ടിസ്റ്റുകൾക്ക് അതറിയാം അതെങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളത്. കാരണം ചുമ്മാ കളറെടുത്ത് വെക്കുകയല്ല, അത് ഭയങ്കര ഒരു ഇച്ചിരി ശ്രമകരമായ പണിയാണ്. അതിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ജോർജ് സാർ ആർട്ടിസ്റ്റാണ്, അറിയാം. കെ ജി ജോർജ് എന്ന് പറയുന്നത് നല്ലൊരു ചിത്രകാരനാണ്. അപ്പോൾ അത് ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് ഈ കഥ പറയാനായിട്ട് ഇങ്ങനെ വന്നിരുന്ന കസേരയിൽ നിന്നപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഭിത്തിയിലാണ് ഈ പടങ്ങൾ ഇരിക്കുന്നത്. പി ജെ ആന്റണിയുടെ താടിയൊക്കെ ഉള്ള ഒരു പൂച്ചക്കണ്ണാണ് പുള്ളിയുടെ. ആ കണ്ണും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇച്ചിരി ഡീറ്റെയിൽ ഉള്ള ഒത്തിരി പാടാ. അത് ഇന്ത്യൻ ഇംഗ്ലീഷ് ചെയ്യാന്ന് പറയുന്നത് ഒത്തിരി പാടാ. നമ്മൾ ഓയിൽ പെയിന്റ് ചെയ്യുന്ന പോലെയല്ല. ഓയിൽ പെയിന്റ് അത് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇന്ത്യൻ ഇംഗ്ലീഷ് വാഷ് ചെയ്താ ചെയ്യുന്നത്. അത് ഈ ബ്ലാക്ക് അതിന്റെ ആ എന്താണ് ആ ചോക്കില്ലേ, സ്റ്റിക്കില്ലേ, ഈ ഇന്ത്യൻ ഇങ്കിന്റെ സ്റ്റിക്കാണ്. അതിങ്ങനെ ഉരച്ചിട്ട് നമ്മൾ വെള്ളം ചേർത്ത് ഉരയ്ക്കും. എന്നിട്ട് അതില് ഈ പാലറ്റ് കണ്ടിട്ടുണ്ടോ? 1, 2, 3, 4 അങ്ങനെ ചെറിയ 3-4 കള്ളികളുണ്ടാവും. ഈ കള്ളിയിൽ ഇവിടെ ഇങ്ങനെ ഈ ഉരച്ചു വെച്ചിരിക്കുന്ന അതിനകത്ത് ആ പേസ്റ്റിനകത്തേക്ക് ഒരു ബ്രഷ് ഇങ്ങനെ നന്നായിട്ട് മുക്കും. എന്നിട്ട് ഈ ഇതിനകത്ത് ഒരു 7 കളമുണ്ടാവും പാലറ്റിനകത്ത്. അതിനകത്ത് 7 കളത്തിന് വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുക. എന്നിട്ട് ഈ ബ്രഷ് എടുത്തിട്ട് ഈ ഇങ്ങനെ ആ പേസ്റ്റ് എടുത്തിട്ട് ഈ ആദ്യത്തെ വെള്ളത്തിൽ മുക്കും, രണ്ടാമത്തെ വെള്ളത്തിൽ അതേ ബ്രഷ് തന്നെ എടുത്ത് രണ്ടാമത്തെ വെള്ളത്തിൽ മുക്കും. അപ്പോൾ ഇതിനൊക്കെ കുറച്ചുകൂടെ ലേറ്റ് ആയിരിക്കും. അതേ ബ്രഷ് തന്നെ എടുത്ത് മൂന്നാമത്തേൽ മുക്കും. അപ്പോൾ ഇത് കുറച്ചും കൂടെ ലേറ്റ് ആവും. ലാസ്റ്റ് അങ്ങനെ 7ാമത്തെ കളത്തിൽ ഉപയോഗിക്കുന്നത് പറയുന്നത് ഒരു ടോൺ മാത്രമേ ഉണ്ടാവും, ബ്ലാക്കേ തോന്നില്ല. ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ വരയ്ക്കുന്നത്. പേപ്പർ വൈറ്റ് ആണ് അതിനകത്തെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. മനസ്സിലായില്ലേ? അത് അങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച്, അല്ലാതെ ഇത് ഡയറക്റ്റ് ഈ കളറല്ല എടുത്ത് വെക്കുന്നത്. ഷെയ്ഡ് ആ കളറിലേക്ക് ഈ കളർ ഉപയോഗിച്ച് പല പ്രാവശ്യം വെച്ച് ഒരു 10-100 പ്രാവശ്യമെങ്കിലും ഈ കളർ വെച്ചെങ്കിൽ അവിടെ ഒരു ബ്ലാക്കിന്റെ ഒരു നമ്മുടെ ഈ മീശയുടെ ഒക്കെ കളറൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അങ്ങനെ വെച്ചാണ് അത് 1-1.5 മാസം എടുക്കും ഒരു നല്ല പടം വരച്ചെടുക്കുക എന്ന് പറയുന്നത്. അങ്ങനെ അത് അപ്പോൾ ഈ താടിയുടെ രോമത്തിന്റെ ഒക്കെ ഡീറ്റെയിൽ വരിക എന്ന് പറയുന്നത് വലിയ പടമാണ്. അപ്പൊ അങ്ങനെയുള്ള പടമായിരിക്കും അത്. ഇച്ചിരി കുറച്ച് പടമാണ് അത്. അപ്പൊ ഇങ്ങനെ സാറിങ്ങനെ അച്ഛനോട് ഇങ്ങനെ സംസാരിച്ചത് ഇങ്ങനെ നോക്കിയിട്ട് ഇതിലിങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ നോക്കി ഈ പടത്തില് ആമിച്ചേട്ടന്റെ പടത്തിൽ ഇങ്ങനെ നോക്കി നിന്നിട്ട് അപ്പൊ അച്ഛൻ അവിടെ സ്ക്രിപ്റ്റ് എന്തോ നോക്കിക്കൊണ്ട് എന്തോ ഇരിക്കുകയാണ്. ഇത് ആര് വരച്ചതാ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ അച്ഛൻ ഇങ്ങനെ ബാക്കിലേക്ക് നമ്മുടെ മോൻ ഷമ്മി കൊള്ളാ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പുള്ളി ഇങ്ങനെ കാര്യം പറഞ്ഞു. അപ്പൊ അച്ഛൻ എടുത്ത വഴിക്ക് പറഞ്ഞു, അല്ല അവൻ എന്ത് ചെയ്യുന്നു എന്ന് എൻ്റെ അടുത്ത് എന്നെ കുറിച്ച് ചോദിച്ചു. എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നാടക ഡയറക്ഷനിൽ. അപ്പോൾ 5-8 നാടകമായി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നത്. ശരി എന്നിങ്ങനെ പുള്ളി എന്ന് ചോദിച്ചു. അവന് ആശാൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അവൻ എൻ്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അത് അച്ഛൻ അടിച്ചതാണ്. അത് അച്ഛൻ്റെ സ്വാർത്ഥതയാണ്. മനസ്സിലായില്ലേ? അവൻ ആശാൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങോട്ട് വിട്ടേര്. അങ്ങനെയാണ് ഞാൻ ജോസിലേക്ക് വന്നത്. അച്ഛൻ അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഒരു റെക്കമെൻഡേഷനും എനിക്ക് വേണ്ടി ചെയ്തില്ല. പക്ഷേ ജോർജ് സാർ എന്റെ ആ പടം കണ്ടിട്ടാണ് എന്നെ അവിടെയാണ് പുള്ളി തീരുമാനിച്ചത് പടത്തിൽ വാക്ക് മാത്രമല്ല, അത് അതിന്റെ കൂടെ ചേർന്ന് അതിന്റെ കൂടെ അച്ഛനൊരു ജോർജ് സാർ അത് കണ്ടിട്ട് കൊള്ളാമെന്നുള്ള വാക്കിൽ തന്നെ എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ. അത് തന്നെയല്ല, നാടക റിഹേഴ്സൽ ക്യാമ്പിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്, അതിന് എന്നെ കണ്ടിട്ടുമുണ്ട്. ഞാൻ അതുപോലെ ഈ കോലങ്ങൾ സിനിമയുടെ ലൊക്കേഷനിൽ ഞാൻ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. എനിക്കൊരു വേഷം പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചുകൊണ്ട് പോയത്. പക്ഷെ ഞാൻ കൊച്ചു പയ്യനാണ്, നിങ്ങൾ ആ പടത്തിൽ കണ്ടാൽ അറിയാം. അതിനകത്ത് ഇച്ചിരി ഒരു 10-25 വയസ്സുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യേണ്ടത്. എനിക്കന്ന് എന്താണ്, എനിക്ക് പൈസ ഉണ്ടെങ്കിലും എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു 10-12-13 വയസ്സുള്ള ഒരു പയ്യനായിട്ട്, മീശയൊന്നുമില്ല, അങ്ങനത്തെ ഒരു മുടിയൊക്കെ വെച്ചാൽ അങ്ങനത്തെ ഒരു കുട്ടി ചെറുപ്പം പയ്യൻ, അങ്ങനത്തെ ഒരു ഇതായിട്ടേ തോന്നുള്ളൂ. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ ക്യാരക്ടർ പറയാനായിട്ട്, ആ ഡയലോഗ് പറയാനായിട്ടുള്ള ഒരു മെച്യൂരിറ്റി എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കത് വിളിച്ചിട്ട്. പക്ഷെ എന്നെ അതെന്റെ പഠിത്തമൊക്കെ കളഞ്ഞ് എന്നെ കൊണ്ടുപോയത് ശരിക്ക് അന്ന് എൻ്റെ ഇളയ സിസ്റ്റർ ഉണ്ട്, അവള് മുല കുടിക്കുന്ന പ്രായമാണ്. അവള് ആകെ അമ്മ കഴിഞ്ഞ എന്താണ് അമ്മ അഭിനയിക്കുന്നുണ്ട്, എൻ്റെ സ്റ്റെപ്പ് മദർ അതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. അച്ഛനും അവര് നായികയുടെ കഥാപാത്രത്തിന്റെ അയൽവക്കത്തുള്ള ഒരു ക്യാരക്ടറാണ്.
അപ്പൊ ഈ പെങ്ങളെ നോക്കാനായിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്, ഇത് എന്റെ അടുത്ത് പറയുന്നില്ല എന്നുള്ളതാണ്. അവിടെയും ഒരു സ്വാർത്ഥത അച്ഛനുണ്ട്. അത് അതെന്റെ കുഞ്ഞു മനസ്സിനെ, അന്നത്തെ ആ ഒരു കുഞ്ഞു മനസ്സിന് എനിക്കൊരു ഇച്ചിരി നൊമ്പരം ഉണ്ടാക്കിയ ഒരു അവസ്ഥയാണ്. കാര്യം ആ ഒരു അതെന്റെ അടുത്ത് പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷെ അത് അച്ഛനടുത്ത് പറഞ്ഞില്ല. എനിക്കത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. സി അങ്ങനെയാണ് ഞാൻ ഈ ഇൻഡസ്ട്രി. കാര്യം നമുക്ക് ഞാൻ അങ്ങനെ ഒരു മുൻധാരണയോട്, നമ്മൾ പറയില്ലേ, ഒരു മുൻവിധിയോടുകൂടി ഇതിനെ സമീപിച്ചിട്ടുള്ള. കാര്യം എന്റെ മനസ്സിൽ എപ്പോഴും നാടകമാണ് കൂടുതലും പ്രധാനമായിട്ട്. PJ പോലത്തെ ഒരു വലിയൊരു മാസ്റ്റർ അവിടെ നിൽക്കുന്ന സമയത്ത് അതിനോട് ആത്മാർത്ഥത കൂടുതലുണ്ട്. അതെ അതെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് വെട്ടത് എന്ന് പറഞ്ഞ നവോദയയുടെ ഇതിലാണ്. അപ്പൊ അവിടെയും എനിക്കൊരു പിന്നെ അതിനുശേഷം നവോദയയുടെ ആ ഒരു രീതി എങ്ങും കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്ക് പണ്ടാരം നമ്മള് വേണ്ട, ഇത് നമുക്ക് ശരിയാവില്ല, അങ്ങനെ ചിന്തിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഈ ഒരു സത്യം പറയാലോ, ഈ വലിയ ഒരു ഫെയിം അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായി. ഇങ്ങനെ ഞാൻ അങ്ങനെ ഇപ്പൊ ഷൂട്ടിങ് വീട്ടിൽ പോയാലും ഞാൻ അങ്ങനെ പുറത്തിറങ്ങുന്ന ഒരു ടൈപ്പേ അല്ല. എനിക്കങ്ങനെ, ഞാനൊരു ഭയങ്കര അന്തർമുഖനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. എനിക്കങ്ങനെ പബ്ലിക്കിനെ ഫേസ് ചെയ്യുന്നതൊന്നും എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത, ഇഷ്ടമില്ലാത്ത ഒരാളാണ്. എൻ്റെ അടുത്ത് പലപ്പോഴും പലരും എന്താണ്, നിങ്ങൾ എന്താണ് അവിടെ കൊല്ലത്തൊക്കെ പല ഞാൻ താമസിക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ, നീ അവിടെ വന്ന് അവിടെ ആ ക്ലബിലൊക്കെ പാടുക. ഞാൻ പറഞ്ഞു ഞാനങ്ങും ഇല്ല, എന്നെ കാണുന്നെങ്കിൽ എന്നെ തിയേറ്ററിൽ സിനിമ ഇതിൽ കണ്ടാൽ മതി, അവിടെ വന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ എന്നെ കാണാൻ എൻ്റെ വീട്ടിൽ പോകും. അല്ല, എനിക്ക് ശരിയാകത്തില്ല, എനിക്ക് പറ്റത്തില്ല. അത് ഇതോ ഒരു ഭയങ്കര നാടൻ കുണുങ്ങി തന്നെയാണ് ഞാൻ ആ കാര്യത്തിൽ നോക്കിയത്. എന്തോ അങ്ങനെ ആയിപ്പോയി എന്നുള്ളൂ. പക്ഷേ അഭിനയിക്കുമ്പോൾ അതില്ല, അത് സത്യമാണ്. പക്ഷെ നമ്മൾ ഈ മറ്റേ പ്രജയിലെ ബലരാമനെയൊക്കെ പോലത്തെ ഒരു ഹൈ വോൾട്ടേജ് സീൻസ് ഒക്കെ കാണുമ്പോൾ ഈ പറഞ്ഞൊരു അല്ലേ പെർഫോമർ, ആക്ച്വൽ റിയൽ ആയിരിക്കില്ല. പെർഫോമർ എന്ന് പറയുന്നത് വേറെ തന്നെ സ്പേസിലേക്ക് പോകാൻ പറ്റും. അത് വേറെ എന്ന് വെച്ചാൽ അവിടെ ഷമ്മീത്തിലേക്കനല്ലല്ലോ, അവിടെ ബലരാമനാണ്. ആ ബലരാമന് ഇപ്പൊ ഇതിനകത്ത് ഭാസ്കരൻ മാസ്റ്റർ എന്ന് പറയുന്നത് ഷമ്മിത്തിലകനെ അല്ല. അപ്പോൾ ഭാസ്കരൻ മാസ്റ്റർക്ക് ഒരു ചില ഒരു ചേഷ്ടകള്, അയാളുടെ ഇത് കാര്യങ്ങളൊക്കെ ഓൾറെഡി റൈറ്ററും ഡയറക്ടറും ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നിന്ന് ഉള്ള മൂവ്മെന്റ് മാത്രമാണ് അങ്ങനെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതെന്റെ രീതിയേ അല്ല. ഞാൻ പിന്നെ എന്തിനാ അതിനെക്കുറിച്ച് ചിന്തിക്കണേ? എൻ്റെ രീതി എൻ്റെ രീതിയാണ്. അതിൽ നിന്ന് ഞാൻ മേക്കപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ രീതി, ഞാൻ എന്നിലേക്ക് ഒതുങ്ങുന്ന ഒരാളാണ്. ഈ പണ്ട് ചിത്രകൂടത്തിൽ ലക്ഷ്മണൻ ഗാത്രത്തിലേക്ക് ഒതുങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതില്ലേ എന്ന് പറയുന്ന നല്ലതാണ്. ഞാൻ എൻ്റെ ഗാത്രത്തിലേക്ക് ഒതുങ്ങുന്ന ഒരാളാണ്. എനിക്ക് എന്താണ് ഇപ്പൊ ഷൂട്ടിങ് കഴിഞ്ഞിട്ടാണെങ്കിൽ റൂമിൽ നിന്ന് മറ്റൊരാളുടെ റൂമിൽ പോയിരുന്ന് കണ്ടുപിടിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളോ പാർട്ടിക്ക് ഒന്നിനും ഞാൻ പങ്കെടുക്കില്ല, എനിക്ക് ഇഷ്ടമല്ല. അത് പണ്ട് മുതലേ അങ്ങനെയാണ്, അതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ താങ്ക് യു ഷമ്മി ചേട്ടാ. ഇപ്പോൾ ഭാസ്കരനെ വെല്ലുന്ന കഥാപാത്രങ്ങൾ ഇനിയും മുന്നിലേക്ക് വരട്ടെ, ഗംഭീര കഥാപാത്രങ്ങളെ കാണാൻ ഞങ്ങൾക്ക് അവസരം ഉണ്ടാകട്ടെ. താങ്ക് യു.